Hello everyone, welcome to Vedantu Malayalam channel. എല്ലാവർക്കും Vedantu Malayalam ചാനലിലേക്ക് സ്വാഗതം. It's me Learning Days, your physics master teacher. അപ്പോൾ നമ്മുടെ ഒരു അടിപൊളി ഒരു ചാപ്റ്റർ ആണ് നമ്മൾ റിവൈസ് ചെയ്യാൻ പോകുന്നത്. വർക്ക് എനർജി പവർ ആണ്. സോ നമുക്ക് അത്യാവശ്യം വെയിറ്റേജ് പ്രതീക്ഷിക്കാവുന്ന ഒരു ചാപ്റ്റർ തന്നെയാണ് കേട്ടോ. കാരണം നമുക്ക് ഇപ്പം അറിയാം 11 ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് ഓവറോൾ ഈ ഒരു എക്സാമിനുള്ളത്. ആൻഡ് ഓഫ് കോഴ്സ് ഓരോ ചാപ്റ്ററിന്റെയും വെയിറ്റേജ് നമ്പർ ഓഫ് ചാപ്റ്റേഴ്സ് നമുക്കറിയാം. ടോട്ടൽ നമ്പർ ഓഫ് ചാപ്റ്റേഴ്സിൽ നിന്നും ആകെ 11, അതായത് ഓൾമോസ്റ്റ് 70% സിലബസ് മാത്രമാണ് നിങ്ങൾക്ക് എക്സാമിനുള്ളത്. അതുകൊണ്ട് തന്നെ ഓരോ ചാപ്റ്ററിൽ നിന്നും വരുന്ന ക്വസ്റ്റ്യൻസിന്റെ അല്ലെങ്കിൽ ഓരോ ചാപ്റ്ററിന്റെയും വെയിറ്റേജ് ഓട്ടോമാറ്റിക്കലി കൂടും. സോ വർക്ക് എനർജി നമുക്ക് നല്ല രീതിയിൽ ഒരു വെയിറ്റേജ് പ്രതീക്ഷിക്കാവുന്ന ഒരു ചാപ്റ്റർ ആണ്. ആൻഡ് അഗെയിൻ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇത് റിവിഷൻ ക്ലാസ് ആണ്. സോ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ആണ് വേണ്ടതെങ്കിൽ ഇതേ ചാപ്റ്ററിന്റെ ഒരുപാട് വെറൈറ്റി വീഡിയോസ് ലൈവ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്താ പറയുക വൺ ഷോട്ട് ആയിക്കോട്ടെ, എന്താ പറയുക പ്രിസൈസ് ആയിട്ടുള്ള ലെക്ചേഴ്സ് ആയിക്കോട്ടെ, എല്ലാം നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. സോ ദിസ് ഇസ് ആക്ച്വലി നമ്മുടെ ക്രിസ്മസ് എക്സാമിന് വേണ്ടിയിട്ടുള്ള ഒരു സെഷൻ ആണ്. സോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടും എന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയാണ്. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് എക്സാമിന് മുമ്പ് ചെറുതായിട്ടൊന്ന് റിവൈസ് ചെയ്യാനും, ഇനി ബിഗ് സീറോയിൽ നിന്നാണ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ജസ്റ്റ് എക്സാക്ട്ലി എന്തൊക്കെ ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നതെന്നുള്ളതൊന്ന് മനസ്സിലാക്കാനും ഈ ഒരു ലെക്ചർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. സോ എക്സാമിന് ഒരുവിധം പഠിച്ചിരിക്കുന്നവർക്ക് തീർച്ചയായിട്ടും വളരെ ഏറ്റവും അധികം യൂസ്ഫുൾ ആകാൻ പോകുന്ന ഒരു സെഷൻ ആണ്. കാരണം ഇതിൽ നമ്മൾ ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചു വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസും അതേപോലെ ന്യൂമറിക്കൽസ് എവിടെ നിന്നാണ് വരിക, ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യും ഈ ഒരു സെഷനിൽ നമ്മൾ പറയും. സോ ഓഫ് കോഴ്സ് ലാസ്റ്റ് മിനിറ്റ് റിവൈസ് ചെയ്യുന്നവർക്ക് വളരെയധികം യൂസ്ഫുൾ ആകാൻ പോകുന്ന ഒരു സെഷൻ ആണ്. സോ എഗെയിൻ മക്കളെ, ക്രിസ്മസ് എക്സാം നിങ്ങൾക്ക് അടിപൊളി ആവട്ടെ. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻസ് എല്ലാം ഈസി ക്വസ്റ്റ്യൻസ് ആവട്ടെ, നിങ്ങൾക്ക് നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ ഒരു സെഷൻ തുടങ്ങുക. കാരണം പഠിക്കാനിരിക്കുമ്പോൾ പോസിറ്റീവ് വൈബ് ഓൾവേസ് അടിപൊളിയായിരിക്കും അല്ലെ. സോ അതേപോലെ ഒരു പോസിറ്റീവ് വൈബ് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടാണ് നമ്മൾ വർക്ക് എനർജി പവർ തുടങ്ങാൻ പോകുന്നത്. ഇതുവരെയും ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യാത്തവർ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യണം. ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്കെയിലാർ പ്രൊഡക്റ്റ് ആണ്. എന്താണ് ഒരു സ്കെയിലാർ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, വേടാ മക്കളെ, നമുക്കറിയാം, അതായത് രണ്ട് വെക്ടേഴ്സ്, ഓക്കെ, എ ഉണ്ട് ബി ഉണ്ട്, രണ്ട് വെക്ടേഴ്സ്, ഇവരെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ അഡീഷനും സബ്സ്ട്രാക്ഷനും ഒക്കെ പഠിച്ചു. മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് രണ്ട് വെക്ടേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണെന്ന് വിചാരിക്കും. രണ്ട് വെക്ടേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? സ്കെയിലാർ പ്രൊഡക്റ്റ് എന്ന് പറയും. ഓക്കെ അല്ലെ? സ്കെയിലാർ പ്രൊഡക്റ്റ് എന്ന് പറയും. അല്ലെങ്കിൽ നമ്മൾ പറയും ഡോട്ട് പ്രൊഡക്റ്റ്. ഓക്കെ അല്ലെ? ഡോട്ട് പ്രൊഡക്റ്റ്, സ്കെയിലാർ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഡോട്ട് പ്രൊഡക്റ്റ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ മാഗ്നിറ്റ്യൂഡ് ഉണ്ടല്ലോ, അതായത് എ ഡോട്ട് ബി, ഓക്കെ, ഡോട്ട് പ്രൊഡക്റ്റ് ആണ് എ ഡോട്ട് ബി, വിച്ച് ഇസ് ഈക്വൽ ടു എ ബി കോസ് തീറ്റ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ അല്ലെ? എ ബി കോസ് തീറ്റ എന്ന് നമുക്ക് പറയാൻ പറ്റും. എപ്പോഴാണ് ഇത് പറയാൻ പറ്റുന്നത്? യെസ്, ഇറ്റ് ഇസ് വെൻ രണ്ട് വെക്ടർ പ്രൊഡക്റ്റ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നത് സ്കെയിലാർ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ മാഗ്നിറ്റ്യൂഡ് ആക്ച്വലി എന്തായിരിക്കും? എ ബി കോസ് തീറ്റ ആയിരിക്കും. ആൻഡ് തീറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ തമ്മിൽ ഈ രണ്ട് എന്താ പറയാ വെക്ടേഴ്സും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് തീറ്റ എന്ന് പറയുന്നത്. ഓക്കെ അല്ലെ? ഇനി ഒരു കാര്യം കൂടെ പറയട്ടടാ, ഈ എ ഡോട്ട് ബി എന്ന് പറയുമ്പോൾ നമുക്ക് അതിനെ എങ്ങനെ എഴുതാൻ പറ്റും? ഇതിന് മൂന്ന് ഡയറക്ഷനിലും അല്ലെ, മൂന്ന് കമ്പോണൻസ്, എക്ക് ആണെന്നുണ്ടെങ്കിൽ എക്സ് കമ്പോണന്റ്, വൈ കമ്പോണന്റ്, സെഡ് കമ്പോണന്റ് ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ എ ഡോട്ട് ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? എ എക്സ് ബി എക്സ് പ്ലസ് എ വൈ ബി വൈ പ്ലസ് എ സെഡ് ബി സെഡ് എന്ന് എഴുതാം അല്ലെ. എ എന്ന് പറയുന്നത് എങ്ങനെയാണ്? എ എക്സ് ഐ ക്യാപ്പ് പ്ലസ് എ വൈ ജെ ക്യാപ്പ് പ്ലസ് എ സെഡ് കെ ക്യാപ്പ് ആണ്. ആൻഡ് ബി എന്ന് പറയുന്നത് ബി എക്സ് ഐ ക്യാപ്പ് പ്ലസ് ബി വൈ ജെ ക്യാപ്പ് പ്ലസ് ബി സെഡ് കെ ക്യാപ്പ് ആണ്. അങ്ങനെയാണെങ്കിൽ എ ഡോട്ട് ബി എടുക്കുമ്പോൾ എങ്ങനെ വരുവാടാ? യെസ്, എ എക്സ് ബി എക്സ് അല്ലെ, ഐ ഇൻറ്റു ഐ. ദാറ്റ് മീൻസ് ഐ ഡോട്ട് ഐ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി 1. സോ നമുക്ക് കിട്ടും എ എക്സ് ബി എക്സ്. ഇനി അടുത്തത് വൈന്റെ കമ്പോണൻസിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും എ വൈ ബി വൈ. ഓക്കെ, ജെ ഡോട്ട് ജെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 ആണ്. എ സെഡ് ബി സെഡ് കെ ഡോട്ട് കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ദാറ്റ് ഇസ് നത്തിങ് ബട്ട് 1 ആണ്. ഓക്കെ അല്ലെ? സോ ഇവിടെ നമുക്ക് ഈ ഐ ജെ കെ എന്നൊക്കെ പറയുന്നത് എന്താണ്? ദീസ് ആർ യൂണിറ്റ് വെക്ടേഴ്സ്. ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 യൂണിറ്റ് ആയിരിക്കും. ഓക്കെ അല്ലെ? മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കും? 1 യൂണിറ്റ് ആയിരിക്കും. ആൻഡ് ഈ സംഭവങ്ങൾ ഐ ജെ കെ എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത് ജസ്റ്റ് ഡയറക്ഷൻ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ. ഓക്കെ അല്ലേടാ? അപ്പൊ നമുക്ക് സ്കെയിലാർ പ്രൊഡക്റ്റ് കിട്ടി. സ്കെയിലാർ പ്രൊഡക്റ്റിന്റെ കുറച്ച് പ്രത്യേകതകളാണ്. വിച്ച് ഇസ് കമ്മ്യൂട്ടേറ്റീവ്. എന്താണ് കമ്മ്യൂട്ടേറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എ ഡോട്ട് ബി നമ്മൾ കണ്ടുപിടിച്ചാലും അതിന്റെ അതേ വാല്യൂ തന്നെയാണ് ബി ഡോട്ട് എ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ്? കാരണം നമുക്കറിയാം കിട്ടുന്നത് ഒരു സ്കെയിലാർ. ഓക്കെ, അപ്പൊ സ്കെയിലാറിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഡയറക്ഷൻ നമുക്ക് പ്രത്യേകിച്ച് സ്പെസിഫൈ ചെയ്യേണ്ടതില്ല അല്ലെ. സ്കെയിലാർ ക്വാണ്ടിറ്റി ആകുമ്പോൾ ഡയറക്ഷൻ ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം എ ഡോട്ട് ബി വിച്ച് ഇസ് ഈക്വൽ ടു എന്താണ്? ബി ഡോട്ട് എ. മനസ്സിലായല്ലോ? ഇനി അടുത്തത്, ഒരേ വെക്ടർ കൊണ്ട് തന്നെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുവാണ്. ഒരേ വെക്ടർ കൊണ്ട് തന്നെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുവാണെങ്കിൽ നമുക്കറിയാം എ കോസ് തീറ്റ വരും ഇതിന്റെ എന്ത്? മാഗ്നിറ്റ്യൂഡ്.
ഓക്കെ, a cos തീറ്റ. ദാറ്റ് മീൻസ് കോസ് തീറ്റ എന്ന് പറയുമ്പം നമുക്കറിയാലോ a എന്ന് പറയുന്ന വെക്ടറിനെ a എന്ന് പറയുന്ന വെക്ടർ കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യുന്നതാ. സോ ഇവർ തമ്മിലുള്ള ആംഗിൾ എത്രയായിരിക്കും? തീറ്റ എന്ന് പറയുന്നത് 0 ആയിരിക്കും. സോ അങ്ങനെയാണെങ്കിൽ കോസ് തീറ്റ അല്ലെങ്കിൽ കോസ് 0 ഡിഗ്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 ആണ്. സോ നമുക്ക് കിട്ടും a ഡോട്ട് a എന്ന് പറയുന്നത് എത്രയായിരിക്കും? യെസ്, a സ്ക്വയർ ആയിരിക്കും. ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ് കേട്ടോ പറയുന്നത്. മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കും? a സ്ക്വയർ ആയിരിക്കും. ഇനി a ഡോട്ട് b എന്ന് പറയുന്ന വാല്യൂ 0 ആകും. ഏത് സമയത്താണ് a ഡോട്ട് b 0 ആകുന്നത്? നമുക്കറിയാലോടാ a b കോസ് തീറ്റ. അപ്പൊ നമുക്കറിയാം കോസ് തീറ്റ ഏത് മൊമെന്റിലാണോ 0 ആവുന്നത്? കോസ് തീറ്റ എപ്പോഴാണ് 0 ആകുന്നത്? when തീറ്റ is equal to 90 ഡിഗ്രി. സോ അങ്ങനെയാണെങ്കിൽ എയും ബിയും പെർപെൻഡിക്കുലർ, മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണെങ്കിൽ നമുക്ക് പറയാം എന്താണ്? യെസ്, അതിന്റെ ഡോട്ട് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. എയും ബിയും പെർപെൻഡിക്കുലർ ആണെന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പൊ സ്കേലാർ പ്രൊഡക്റ്റ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു ചോദ്യം വരും. അതായത് ഫൈൻഡ് ദി ആംഗിൾ ബിറ്റ്വീൻ ഫോഴ്സ് നമുക്ക് തന്നിട്ടുണ്ട്, ഡിസ്പ്ലേസ്മെന്റ് നമുക്ക് തന്നിട്ടുണ്ട്, ആൻഡ് ഓൾസോ ഫൈൻഡ് ദ പ്രൊജക്ഷൻ ഓഫ് എഫ് ഓൺ ഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് എഫ് ഓൺ ഡി? അതായത് എഫ് ഡി കോസ് എഫ് ഓൺ ഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എഫ് ഡി കോസ് തീറ്റയാണ്. ഓക്കെ അല്ലേ? സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാനുള്ള എഫ് ഡോട്ട് ഡി ഫോഴ്സ് ഇൻടു ഡിസ്പ്ലേസ്മെന്റ്, ഓക്കെ, ദാറ്റ് ഇസ് ഈക്വൽ ടു എഫ് ഡി കോസ് തീറ്റ. ക്ലിയർ അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം എന്ത് കണ്ടുപിടിക്കണം? യെസ്, കോസ് തീറ്റ കണ്ടുപിടിക്കണം. കോസ് തീറ്റ കണ്ടുപിടിക്കണമെങ്കിൽ എഫ് ഡോട്ട് ഡി ഡിവൈഡഡ് ബൈ എഫ് ഡി. ഇതിൽ എന്താ ഉദ്ദേശിക്കുന്നത്? എഫ് ഡോട്ട് ഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡോട്ട് പ്രൊഡക്റ്റ്. ഓക്കെ അല്ലേ? അതായത് ഇതിന്റെ എക്സ് കമ്പോണന്റ് എഫ് എക്സ് ഡി എക്സ് ഐ ഇൻറ്റു ഐ, ഓക്കെ അത് പോയി, ആൻഡ് ദെൻ എഫ് വൈ ഡി വൈ പ്ലസ് എഫ് സെഡ് ഡി സെഡ്. ഓക്കെ അല്ലേ? അങ്ങനെ വരുമ്പോൾ എന്തായിരിക്കും? 3 ഇൻറ്റു 5 പ്ലസ് 4 ഇൻറ്റു 4 പ്ലസ് മൈനസ് 5 ഇൻറ്റു 3. ഓക്കെ അല്ലേ? ഇതാണ് എഫ് ഡോട്ട് ഡി എന്ന് പറയുന്നത്. അപ്പൊ 15 പ്ലസ് 16 പ്ലസ് മൈനസ് 15 എന്ന് വരും. ഓക്കെ അല്ലേ? സോ യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് 16 എന്ന് വരും കേട്ടോ. ഓക്കെ അല്ലടാ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒന്ന് നോക്കിക്കാൻ, എഫ് ഡോട്ട് ഡി നമുക്ക് കിട്ടി ഡിവൈഡഡ് ബൈ എഫ് ഡി. എഫ് ഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇതിന്റെ മാഗ്നിറ്റ്യൂഡ്. ഓക്കെ അല്ലേ? ഇതിന്റെ മാഗ്നിറ്റ്യൂഡ്, എഫിന്റെ മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കും? റൂട്ട് ഓഫ് 5 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ പ്ലസ്, സോറി, ഇത് ഡി ന്റെ മാഗ്നിറ്റ്യൂഡ് 3 സ്ക്വയർ. ഓക്കെ അല്ലേ? ഇനി അതേപോലെ തന്നെ നമുക്കറിയാം എഫിന്റെ മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കും? 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ പ്ലസ് മൈനസ് 5 നടന്ന കാര്യമില്ല, കാരണം നമ്മൾ എന്താണ് സ്ക്വയർ എടുക്കാൻ പോവല്ലേ. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ വാല്യൂ കിട്ടി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒന്ന് നോക്കിക്കേ, നമുക്ക് ഫൈനൽ ആയിട്ട് ആൻസർ എത്രയാണ് വരുന്നത്? ആൻസർ എത്രയാണ് വരുന്നത്? ഇറ്റ് വിൽ ബി 46 ഡിവൈഡഡ് ബൈ 5 റൂട്ട് 2 എന്ന് നമുക്ക് ഫൈനൽ ആൻസർ വരും. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രം. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? തീറ്റന്റെ വാല്യൂ കിട്ടി. ഓക്കെ അല്ലെ? ആംഗിൾ കിട്ടി. ഓക്കെ അല്ലെ? ഇതിന് കോസ് ഇൻവേഴ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ആംഗിൾ കിട്ടും. ഇനി നമ്മുടെ ചോദിച്ചിട്ടുള്ളത് എന്താണ്? പ്രൊജക്ഷൻ ഓഫ് എഫ് ഓൺ ഡി ആണ് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ അല്ലെ? എഫ് ഓൺ ഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഇസ് എഫ് കോസ് തീറ്റയാണ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതേ ഇക്വേഷനിൽ നിന്ന് നമുക്ക് എങ്ങനെ എഴുതാം? എഫ് ഡോട്ട് ഡി ഡിവൈഡഡ് ബൈ എഫ് കോസ് തീറ്റ മാറ്റി നിർത്തി ഇവിടെ ഡി മാത്രമേ ഉള്ളൂ. സോ എഫ് ഡോട്ട് ഡി എന്ന് പറയുന്നത് ഓൾറെഡി നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചു. ഓക്കെ, ഡിവൈഡഡ് ബൈ ഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഗൈൻ റൂട്ട് ഓഫ് അല്ലെ 5 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? എഫ് കോസ് തീറ്റ കിട്ടി. ഓക്കെ അല്ലെ? അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എഫ് ഓൺ ഡി, പ്രൊജക്ഷൻ ഓഫ് എഫ് ഓൺ ഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എഫ് കോസ് തീറ്റ. ഇനി പ്രൊജക്ഷൻ ഓഫ് ഡി ഓൺ എഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഡി കോസ് തീറ്റ. ഓക്കെ അല്ലെ? സോ പ്രൊജക്ഷൻ ഓഫ് എഫ് ഓൺ ഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എഫ് കോസ് തീറ്റ. ഒന്നുമില്ലടാ, സിമ്പിൾ ആണ്. അതായത് ദാ ഇങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് വിചാരിക്കും. ഓക്കെ, സോ ഇത് ആണ് നമ്മുടെ എഫ്, ഇതാണ് ഡി എന്ന് വിചാരിക്കുക. ഇവിടെ നിന്നൊരു പെർപെൻഡിക്കുലർ വരയ്ക്കുന്നു. സോ എന്താണ് ഇവിടെ വരുന്നത്? ദാറ്റ് ഇസ് എഫ് കോസ് തീറ്റ. ഓക്കെ അല്ലേ? യെസ്. അടുത്താണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിലോട്ട് നമ്മൾ കടന്നു. വർക്ക്. ഇത്രയും നേരം നമ്മൾ ആരെ കുറിച്ചാണ് പറഞ്ഞത്? സ്കേലാർ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് മാത്രമാണ് നമ്മൾ പറഞ്ഞത് അല്ലെ? സ്കേലാർ പ്രൊഡക്റ്റ്. എന്തുകൊണ്ടാണ് സ്കേലാർ പ്രൊഡക്റ്റ് പഠിച്ചത്? കാരണം എന്താണെങ്കിൽ വർക്ക് എന്ന് പറയുന്നത് രണ്ട് വെക്ടേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സ്കേലാർ ക്വാണ്ടിറ്റി ആണ്. അപ്പൊ നമുക്ക് സ്കേലാർ ആയിട്ടുള്ള കണക്ഷൻ കിട്ടിയല്ലോ. സ്കേലാർ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഡോട്ട് പ്രൊഡക്റ്റ് എന്തിനാണ് പഠിച്ചതെന്ന്? സോ എഫ് ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻടു ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ വെക്ടർ ക്വാണ്ടിറ്റി. ഓക്കെ, ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ വെക്ടർ ക്വാണ്ടിറ്റി ആൻഡ് വർക്ക് ഇസ് ആക്ച്വലി എന്താണ്? യെസ്, ഇറ്റ് ഇസ് എ സ്കേലാർ ക്വാണ്ടിറ്റി. അപ്പൊ നമുക്ക് പറയാം എന്താണ് വർക്ക്? എഫ് ഡോട്ട് ഡി. എന്തുകൊണ്ടാണ് എഫ് ഡോട്ട് ഡി വന്നത്? യെസ്, ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സ്കേലാർ ക്വാണ്ടിറ്റി ആണ്. സോ ഡെഫിനറ്റ്ലി ദ റിലേഷൻ വിൽ ബി എ ഡോട്ട് പ്രൊഡക്റ്റ്. ഓക്കെ അല്ലേ? ആൻഡ് നമുക്ക് ഈ വർക്കിന്റെ മാഗ്നിറ്റ്യൂഡ് എങ്ങനെ പറയാം? എഫ് ഡി കോസ് തീറ്റ. തീറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും തമ്മിലുള്ള ആംഗിൾ ആണ്. ക്ലിയർ അല്ലേ? യെസ്. ഇനി യൂഷ്വലി നമ്മൾ വർക്കിന്റെ യൂണിറ്റ് ആയിട്ട് പറയുന്നത്, എസ്ഐ യൂണിറ്റ് ആയിട്ട് പറയുന്നത് എന്താണ്? ജൂൾ ആണ് പറയുന്നത് കേട്ടോ. ജൂൾ ആണ് നമ്മൾ യൂഷ്വലി യൂണിറ്റ് ആയിട്ട് പറയുന്നത്. ആൻഡ് സി ജി എസ് സിസ്റ്റത്തിൽ നമ്മൾ എന്താ പറയാ? എർഗ് ആണ് യൂണിറ്റ്. ആൻഡ് 1 ജൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10⁻⁷ എർഗ് ആണ് വരുന്നത്. ഇനി വർക്കിന്റെ ഡയമെൻഷൻ വരുന്നത് എന്താണ്? ml² T⁻⁻² ആണ്. ക്ലിയർ അല്ലടാ? യെസ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇത്രയും കാര്യം മനസ്സിലായി. ഇനി അടുത്തത് വർക്ക് ഡൺ ബൈ എ ഫോഴ്സ് 0.
ഓക്കെ, നമുക്ക് മേ ബി ഈ വർക്ക് ഡൺ എന്താകാം, 0 ആകാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് തന്നെ നമ്മൾ സ്കേലാർ പ്രൊഡക്റ്റ് പഠിച്ചപ്പോൾ പഠിച്ചിരുന്നു എയും ബിയും പെർപെൻഡിക്കുലർ ആയ. ഇവിടെ എയും ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഫോഴ്സും അതുപോലെ തന്നെ ഡിസ്പ്ലേസ്മെന്റ്. സോ ഇവര് പെർപെൻഡിക്കുലർ ആയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എന്തായിരിക്കും, യെസ്, വർക്ക് 0 ആയിരിക്കും. ആൻഡ് ഓൾസോ നമുക്ക് പറയും ഡിസ്പ്ലേസ്മെന്റിന്റെ വാല്യൂ 0 ആയിട്ടുണ്ടെങ്കിൽ എന്താ, വർക്ക് 0 ആയിരിക്കും. ഫോഴ്സിന്റെ വാല്യൂ 0 ആയിട്ടുണ്ടെങ്കിൽ വർക്ക് 0 ആയിരിക്കും. സോ 3 സിറ്റുവേഷൻസ് നമുക്ക് അങ്ങനെ പറയാം. ഓക്കെ അല്ലെ, എ ബോഡി ഈസ് നോട്ട് ഡിസ്പ്ലേസ്ഡ്, ദാറ്റ് മീൻസ് ഡിസ്പ്ലേസ്മെന്റ് ഇസ് ഈക്വൽ ടു 0. എ ബോഡി ഈസ് ഡിസ്പ്ലേസ്ഡ് പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്, again angle 90 degree. തന്നെയല്ലേ നമ്മൾ പറഞ്ഞത്. and work done by a force is positive if the angle between F and S is acute angle. അതായത് less than 90 degree ആണ് നമ്മുടെ ഈ ഒരു ആംഗിൾ എങ്കിൽ ആ വർക്ക് എന്തായിരിക്കും, that will be positive work. ഇനി ഒബ്റ്റ്യൂസ് ആംഗിൾ ആണെങ്കിൽ, ഒബ്റ്റ്യൂസ് ആംഗിൾ that means theta is greater than 90 degree ആണെന്നുണ്ടെങ്കിൽ that will be a negative work. Okay അല്ലേ, work done by a constant force depends only on the initial and final positions and not on the actual path followed between initial and final positions. Clear ആയല്ലോ. അപ്പം വർക്കിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞത്. എന്തൊക്കെയാ പറഞ്ഞത്, വർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോഴ്സിന്റെ ഡിസ്പ്ലേസ്മെന്റ് ആണ്. ആൻഡ് ഫോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഇറ്റ് ഇസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, വെക്റ്റർ ക്വാണ്ടിറ്റി. ആൻഡ് ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് എന്താണ്, ഒരു സ്കേലാർ ക്വാണ്ടിറ്റി ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ ഡോട്ട് പ്രൊഡക്റ്റ് ആയിട്ട് നമുക്ക് സൂചിപ്പിക്കാം. വർക്ക് ഡൺ വിച്ച് ഇസ് ഈക്വൽ ടു എഫ് ഡോട്ട് ഡി ഇടാം. ദാറ്റ് മീൻസ് വർക്കിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും, എഫ് ഡി കോസ് തീറ്റ ആയിരിക്കും. ഡയറക്ഷൻ സ്പെസിഫൈ ചെയ്യണം വേണ്ട, കാരണം എന്താണ്, വർക്ക് ഇസ് എ സ്കേലാർ ക്വാണ്ടിറ്റി അല്ലെ. ഇനി അടുത്ത നമ്മൾ പറയുന്നത് വർക്കിന് വരാകുന്ന പോസിബിലിറ്റീസ്. 0 വരാം, നെഗറ്റീവ് വരാം, പോസിറ്റീവ് വരാം. 0 വരുന്ന സാഹചര്യം എന്താണ്, is 1 ഡിസ്പ്ലേസ്മെന്റ് is 0. ഓക്കെ അല്ലേ, അതായത് നമ്മൾ എത്രത്തോളം തള്ളിക്കഴിഞ്ഞാലും ചുമര് വീഴുന്നില്ല, അല്ലെങ്കിൽ അത് അനങ്ങുന്നില്ല, ദാറ്റ് മീൻസ് ഡിസ്പ്ലേസ്മെന്റ് 0 യാ. അപ്പൊ നമ്മൾ എത്ര ഫോഴ്സ് അപ്ലൈ ചെയ്തു, എത്ര നമ്മൾ വർക്ക് ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വർക്ക് ആണോ ചെയ്തത്, അല്ല, വർക്ക് ഡൺ 0 ആണ് വരുന്നത്. ഓക്കെ അല്ല, അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് നടന്നില്ല. അതേപോലെ തന്നെ ഇനീഷ്യൽ പോയിന്റും ഫൈനൽ പോയിന്റും സെയിം ആണ്. ലൈക്ക് ഫോർ എ സർക്കിൾ, ഓക്കെ, സർക്കുലാർ മോഷൻ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെയും ഡിസ്പ്ലേസ്മെന്റിന്റെ വാല്യൂ എന്താണ്, 0 ആണ്. സോ അഗൈൻ ഡിസ്പ്ലേസ്മെന്റ് 0 ആയിട്ടുണ്ടെങ്കിൽ വർക്ക് ഡൺ 0 ആവും. ഇനി നെക്സ്റ്റ് ഒരു പോസിബിലിറ്റി, ഫോഴ്സ് 0 ആകാം. ഫോഴ്സ് 0 ആയിട്ടുണ്ടെങ്കിലും എന്തായിരിക്കും, വർക്ക് ഡൺ 0 ആയിരിക്കും. ഇനി അടുത്ത കേസ് എന്താണ്, ഇവർ തമ്മിൽ ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രി വന്നിട്ടുണ്ടെങ്കിൽ എഫ് ഡി കോസ് തീറ്റ എന്ന് പറയുന്നത് എന്തായിട്ട് മാറും, എഫ് ഡി കോസ് 90 ആവും. കോസ് 90യുടെ വാല്യൂ 0 ആണ്. ദാറ്റ് മീൻസ് അവിടുത്തെ വർക്ക് ഡൺ എന്താണ്, 0 ആണ്. നിങ്ങൾ ചില ഫണ്ണി ആയിട്ടുള്ള ഷോർട്സ് കണ്ടിട്ടുണ്ടായിരിക്കും. അതായത് വെയിറ്റ് ഇങ്ങനെ ക്യാരി ചെയ്തിട്ട് പോവായിരിക്കും കൂലി അല്ലെ. അപ്പം വെയിറ്റിന്റെ നമ്മുടെ ഫോഴ്സ് വരുന്നത് ഇങ്ങനെയും ഡിസ്പ്ലേസ്മെന്റ് നേരെയാ വരുന്നത്. ദാറ്റ് മീൻസ് ഇവർ പെർപെൻഡിക്കുലർ ആ. സോ എന്തുകൊണ്ടാണ് അവിടെ വർക്ക് ഡൺ വരുന്നില്ല, അതുകൊണ്ട് നമ്മൾ കൂലി കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല അല്ലേ. യെസ്, നെക്സ്റ്റ് വൺ. അപ്പൊ നമ്മൾ 0 വർക്കും പോസിറ്റീവ് വർക്കും നെഗറ്റീവ് വർക്കും വരുന്ന സിറ്റുവേഷൻസ് ആണ് പറഞ്ഞത്. അപ്പം 0 വർക്ക് വെൻ തീറ്റ ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി, പോസിറ്റീവ് വർക്ക് വെൻ തീറ്റ ഇസ് ലെസ് ദാൻ 90 ഡിഗ്രി, ആൻഡ് നെഗറ്റീവ് വർക്ക് വെൻ തീറ്റ ഇസ് ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി. ഓക്കെ, എന്തുകൊണ്ടാണ് വരുന്നത്, ഒന്ന് ചുമ്മാ ചിന്തിച്ചാൽ മതി. അതായത് കോസിന്റെ വാല്യൂ മാറുന്നതിനനുസരിച്ചിട്ട്, ഓക്കെ, കോസ് തീറ്റന്റെ വാല്യൂ 90നും താഴെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മൊത്തം കിട്ടുന്നത് പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. ഓക്കെ അല്ല, ആൻഡ് നമുക്ക് കിട്ടുന്നത് 0 ആയിരിക്കും വെൻ തീറ്റ ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി. ഇനി അത് കഴിഞ്ഞ് 91, 92, 93 പോയി കഴിയുമ്പോൾ എന്തായിരിക്കും, യെസ്, പിന്നെ നമുക്ക് കിട്ടാൻ പോകുന്നത് നെഗറ്റീവ് വാല്യൂസ് ആണ്, കോസിന്റെ വാല്യൂ. ക്ലിയർ ആയല്ലോ. ഈ ഇത് സിമ്പിൾ ഒരു ഡെമോൺസ്ട്രേഷൻ വെച്ച് പറയട്ടെ. അതായത് നമ്മൾ ജിമ്മിനൊക്കെ പോകുമ്പോൾ നമ്മൾ കണ്ടിട്ടില്ലേ, അതായത് വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുന്നത്. സോ തീർച്ചയായിട്ടും എന്താണ്, നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് മുകളിലോട്ട് അല്ലെ, ലിഫ്റ്റിംഗ് നടക്കുന്നത് മുകളിലോട്ട്. അപ്പൊ നമ്മൾ അപ്ലൈ ചെയ്ത ഫോഴ്സും അതേപോലെ ഡിസ്പ്ലേസ്മെന്റും മുകളിലോട്ടാണ് നടക്കുന്നത് അല്ലെ. നമ്മൾ അപ്ലൈ ചെയ്ത ഫോഴ്സ് മുകളിലോട്ടാണ് ഫോഴ്സ് അപ്ലൈ ചെയ്തത്, ഡിസ്പ്ലേസ്മെന്റും അതേ ഡയറക്ഷനിൽ. സോ ദാറ്റ് ഈസ് എ പോസിറ്റീവ് വർക്ക്. അപ്പൊ അവിടെ നമ്മൾ പറയുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്ത അപ്ലൈഡ് ഫോഴ്സ്, ഓക്കെ, നമ്മൾ ചെയ്ത വർക്ക് എന്ന് പറയുന്നത് എന്താണ്, ദാറ്റ് ഈസ് പോസിറ്റീവ്. ഓക്കെ അല്ലെ, അത് പോസിറ്റീവ് ആണ്. നമ്മൾ കൊടുത്ത വർക്ക് എന്താണ്, പോസിറ്റീവ് ആണ്. അതേസമയം ഇതേപോലെ തന്നെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ പ്രൊവൈഡ് ചെയ്ത വർക്ക് ഒന്ന് നോക്കിക്കേ, നമ്മൾ മുകളിലോട്ടാണ് ലിഫ്റ്റ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ഡിസ്പ്ലേസ്മെന്റ് മുകളിലാണ്. പക്ഷെ നമുക്കറിയാം ഓൾവേസ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എങ്ങോട്ടേക്ക് ആക്ട് ചെയ്യത്തുള്ളൂ, ഈസ് ഓൾവേസ് ഡൗൺവേർഡ് ആക്ട് ചെയ്യത്തുള്ളൂ. ദാറ്റ് മീൻസ് ഇവർ ഈക്വലന്റ് ഓപ്പോസിറ്റ് ആണ്. ഓക്കെ അല്ലേ, അതായത് സോറി, ഡിസ്പ്ലേസ്മെന്റ് നടക്കുന്നത് മുകളിലോട്ടും ഫോഴ്സ് താഴത്തോട്ട്, അതായത് ഡിസ്പ്ലേസ്മെന്റ് ഇങ്ങോട്ട്, ഫോഴ്സ് താഴത്തോട്ട്. ഓക്കെ അല്ലേ. സോ ദിസ് മീൻസ് വാട്ട്, യെസ്, നമ്മുടെ നടക്കുന്നത് എന്താണ്, നെഗറ്റീവ് വർക്ക് ആണ്. കാരണം എന്താണ്, കോസ് ആംഗിൾ എഫും എസും തമ്മിലുള്ള ആംഗിൾ എത്രയാണ്, 180 ഡിഗ്രി. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് -1. സോ വർക്ക് ഡൺ വിൽ ബി -FD എന്ന് വരും. ക്ലിയർ ആയല്ലോടാ, ഓൾ സെറ്റ് അല്ലേ. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വർക്ക് ഡൺ ഇൻ ഡിഫറെന്റ് കണ്ടീഷൻസ് നോക്കാം. വർക്ക് ഡൺ ബൈ എ വാരിയബിൾ ഫോഴ്സ്. അപ്പൊ നമ്മൾ പറഞ്ഞല്ലോടാ, വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു എഫ് ഡോട്ട് ഡി അല്ലെങ്കിൽ എഫ് ഡി കോസ് തീറ്റ എന്നൊക്കെ നമ്മൾ പറഞ്ഞല്ലോ. ഓക്കെ, ഇത് എന്താ റെപ്രസെന്റ് ചെയ്യുന്നത്, ഇപ്പൊ നമ്മൾ കൊടുക്കുന്ന ഈ ഒരു ഫോഴ്സ് ഉണ്ടല്ലോ, ഇഫ് ഇറ്റ് ഇസ് എ കോൺസ്റ്റന്റ് ഫോഴ്സ്,
ഓക്കെ അല്ലെ? ഇത് കോൺസ്റ്റന്റ് ഫോഴ്സ് ആണെങ്കിൽ നമുക്ക് ഇത് അംഗീകരിക്കാം. പക്ഷെ നമുക്കറിയാം നമ്മളിപ്പം വണ്ടി തള്ളുമ്പോൾ നമുക്ക് എന്താണ് നമ്മുടെ എനർജി ഇടയ്ക്ക് വെച്ച് കുറയും അല്ലെ? അപ്പൊ അതായത് നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? ദാറ്റ് വിൽ ബി എ വാരിയബിൾ ഫോഴ്സ്. അതായത് ടൈമിനനുസരിച്ച് എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന ഫോഴ്സ് ആയിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അത്തരം സിറ്റുവേഷൻസിൽ നമ്മൾ എന്താ ചെയ്യുക? എങ്ങനെ വർക്ക് ഡൺ കണ്ടുപിടിക്കുക? യെസ്, ഇന്റഗ്രൽ എഫ് ഡോട്ട് ഡി എസ്, അതായത് ചെറിയൊരു ഡിസ്പ്ലേസ്മെന്റിൽ ഉണ്ടായ ഫോഴ്സ്. ഓക്കെ അല്ലെ? അതാണ് ഇവിടെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും നമ്മൾ ഗ്രാഫിക്കലായിട്ട് റെപ്രസെന്റ് ചെയ്തു. ആൻഡ് ഇവിടെ ഉണ്ടല്ലോ, ഇതിനെ നമ്മൾ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ട് ഒരു കുഞ്ഞു കഷ്ണം എടുത്തു. ദിസ് ഇസ് ഡി എസ്. ഓക്കെ അല്ലെ? ദിസ് ഇസ് ഡി എസ്. ആൻഡ് ആ ഡി എസിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? എഫ് തന്നെയാണ്. സോ ഇതേപോലെ ഒരെണ്ണത്തിന്റെ കണ്ടുപിടിച്ചു, എഫ് ഡി എസ്, വിച്ച് ഗീവ് എന്താണ്? ചെറിയ വർക്ക് ഡൺ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ വർക്ക് ഡൺ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ചെറിയ വർക്ക് ഡൺ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇന്റഗ്രേറ്റ് ചെയ്താൽ പോരെ. സോ വി വിൽ ഗെറ്റ് എന്താണ്? ഇന്റഗ്രൽ എഫ് ഡോട്ട് ഡി എസ്. ഓക്കെ അല്ലടാ? യെസ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ കണ്ടുപിടിക്കാം. ഇനി അതല്ലെങ്കിൽ ഗ്രാഫിക്കലായിട്ട് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഈ കർവിന് അണ്ടറിലുള്ള ഏരിയ നമ്മൾ ജസ്റ്റ് കണ്ടുപിടിച്ചാൽ മതി. കാരണം എന്താണ്? എഫ് ഇൻറ്റു എസ് അല്ലെ? എഫ് ഇൻറ്റു എസ് എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഇസ് വർക്ക് ഡൺ ആണ്. സോ ഇവിടുത്തെ കേസിൽ എങ്ങനെ നമുക്ക് പറയാം? ഈ ഏരിയ, അതായത് ഏരിയ അണ്ടർ ദി കർവ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇറ്റ് ഇസ് വർക്ക് ഡൺ. ഇനി അടുത്തത്, വർക്ക് ഡൺ ഇൻ ഡിസ്പ്ലേസിംഗ് എനി ബോഡി അണ്ടർ ദി ആക്ഷൻ ഓഫ് നമ്പർ ഓഫ് ഫോഴ്സസ് ഈസ് ഈക്വൽ ടു ദ വർക്ക് ഡൺ ബൈ ദ റിസൾട്ടന്റ് ഫോഴ്സ്. ഓക്കെ അല്ലേ? അതായത് നമ്മുടെ ഒരു സിസ്റ്റത്തിൽ ഒരുപാട് ഫോഴ്സസ് ആക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ വർക്ക് ഡൺ എങ്ങനെ കണ്ടുപിടിക്കുക? യെസ്, വർക്ക് ഡൺ ബൈ ദി റിസൾട്ടന്റ് ഫോഴ്സ്. റിസൾട്ടന്റ് ഫോഴ്സ് കണ്ടെത്തുന്നു, ദെൻ ഡിസ്പ്ലേസ്മെന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഫൈനലി വി വിൽ ഗെറ്റ് ദി ആൻസർ. ഇൻ ഇക്വിലിബ്രിയം, ഓക്കെ, അത് സ്റ്റാറ്റിക് ആയിക്കോട്ടെ ഡൈനാമിക് ആയിക്കോട്ടെ, ദ റിസൾട്ടന്റ് ഫോഴ്സ് ഇസ് സീറോ. റിസൾട്ടന്റ് ഫോഴ്സിന്റെ വാല്യൂ സീറോ ആണെന്ന് വിചാരിക്കും. therefore the resultant work done also എന്തായിരിക്കും? സീറോ ആയിരിക്കും. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ സിറ്റുവേഷൻ ഉണ്ടായിരുന്നല്ലോ, അപ്ലൈഡ് ഫോഴ്സ്. ഓക്കെ, നമ്മൾ ലിഫ്റ്റ് ചെയ്യുമ്പോൾ അപ്ലൈഡ് ഫോഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ അവിടെ ആക്ട് ചെയ്യുന്ന ഒരു ഫോഴ്സ് ആണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. സോ അവിടെ നമ്മുടെ റിസൾട്ടന്റ് ഫോഴ്സ് എന്ന് പറയുന്നത് സീറോ ആണെന്നുണ്ടെങ്കിൽ റിസൾട്ടന്റ് വർക്ക് ഡൺ എന്ന് പറയുന്നത് എന്തായിരിക്കും? സീറോ ആയിരിക്കും. പക്ഷെ അതേസമയം നമ്മൾ സ്പെസിഫിക് ആയിട്ട് പറയുവാണ് വർക്ക് ഡൺ ബൈ ദി അപ്ലൈഡ് ഫോഴ്സ് അല്ലെങ്കിൽ വർക്ക് ഡൺ ബൈ ദി ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുമ്പോൾ അവിടെ വാല്യൂ ഉണ്ട്. ഓക്കെ, ഇനി ഇത് എന്താ പറയാ, ലിഫ്റ്റ് ചെയ്യപ്പെടുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും എന്താണ്? അവിടുത്തെ നെറ്റ് വർക്ക് ഫോഴ്സ് എന്ന് പറയുന്നത് സീറോ ആണ് അല്ലെ? അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം എന്താണ്? അവിടുത്തെ നെറ്റ് വർക്ക് ഡൺ ആണ്, റിസൾട്ടന്റ് വർക്ക് ഡൺ എന്ന് പറയുന്നത് സീറോ ആണ്. ഇഫ് വർക്ക് ഡൺ ബൈ എ ഫോഴ്സ് ഡ്യൂറിംഗ് എ റഫ് ട്രിപ്പ് ഓഫ് എ സിസ്റ്റം ഇസ് സീറോ, then the force is conservative, otherwise it is called non-conservative force. ഓക്കെ അല്ലേ? ഇനി ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്, മാഗ്നറ്റിക് ഫോഴ്സ്, ഇതെല്ലാം എന്താണ്? കൺസർവേറ്റീവ് ഫോഴ്സസ് ആണ്. ഓൾ ദി സെൻട്രൽ ഫോഴ്സസ്, ഓക്കെ, സെന്റർ ടു സെന്റർ എക്സ്പീരിയൻസ് ചെയ്യുന്ന എല്ലാ ഫോഴ്സസും എന്ത് തന്നെയാണ്? കൺസർവേറ്റീവ് ആണ്. ഫ്രിക്ഷണൽ ഫോഴ്സ്, വിസ്കസ് ഫോഴ്സ്, ഇതെല്ലാം എന്താണ്? നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് ആണ്. അപ്പം എന്താണ് കൺസർവേറ്റീവ്, എന്താണ് നോൺ കൺസർവേറ്റീവ് എന്നുള്ളത് അറിഞ്ഞിരിക്കണം കേട്ടല്ലോ. യെസ്. ഇനി ഇതിലെ ഓരോ സിറ്റുവേഷൻസിലും എന്താണ് വർക്ക് ഡൺ? പോസിറ്റീവ് ആണോ, നെഗറ്റീവ് ആണോ, സീറോ ആണോ എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നോക്കിക്കേടാ, വർക്ക് ഡൺ ബൈ ഫ്രിക്ഷൻ. നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ എന്താണ് ഫ്രിക്ഷൻ എന്ന് പഠിച്ചിരുന്നു അല്ലെ? മോഷൻ എങ്ങോട്ടാണോ അതിന് എഗെയിൻസ്റ്റ് ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്? ഫ്രിക്ഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഫ്രിക്ഷണൽ ഫോഴ്സ് അങ്ങനെയാണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? മോഷൻ ഡിസ്പ്ലേസ്മെന്റ് ഇങ്ങോട്ടേക്കാണ്, ഫോഴ്സ് ഇപ്പുറത്തേക്കാണ്. ദാറ്റ് മീൻസ് എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, 180 ഡിഗ്രി വരും. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ഇനി വർക്ക് ഡൺ ബൈ അപ്ലൈഡ് ഫോഴ്സ് ഇൻ ലിഫ്റ്റിംഗ് ആൻ ഒബ്ജക്ട്. ഓക്കെ, ലിഫ്റ്റിംഗ് ആൻ ഒബ്ജക്ട്. അപ്പൊ ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് വർക്ക് ഡൺ ബൈ ദി അപ്ലൈഡ് ഫോഴ്സ്. അപ്പൊ നമ്മൾ പറഞ്ഞു അപ്ലൈഡ് ഫോഴ്സ് നമ്മൾ മുകളിലോട്ടാണ് കൊടുക്കുന്നത്, ഡിസ്പ്ലേസ്മെന്റ് മുകളിലോട്ടല്ല, ലിഫ്റ്റിംഗ് ആൻ ഒബ്ജക്ട് അല്ലേ? സോ രണ്ടും സെയിം ഡയറക്ഷനിലാണ്. സോ ദാറ്റ് വിൽ ബി പോസിറ്റീവ്. വർക്ക് ഡൺ ബൈ സെൻട്രിപെറ്റൽ ഫോഴ്സ് ഇൻ സർക്കുലർ മോഷൻ. ഒരു കാര്യം മനസ്സിലാക്കണം, എല്ലാ സെൻട്രൽ ഫോഴ്സുകളും പ്രൊവൈഡ് ചെയ്യുന്ന വർക്ക് ഡൺ എന്ന് പറയുന്നത് എന്തായിരിക്കും? സീറോ ആയിരിക്കും. അത് നോട്ട് ജസ്റ്റ് സെൻട്രിപെറ്റൽ ഫോഴ്സ്, എല്ലാ ഫോഴ്സസും, ഓക്കെ, എല്ലാ സെൻട്രൽ ഫോഴ്സസും അല്ലെങ്കിൽ എന്താ പറയുക, നമുക്ക് എന്ത് പറയാം? വർക്ക് ഡൺ എന്ന് പറയുന്നത് സീറോ ആണെന്ന് പറയാനായിട്ട് പറ്റും. ആൻഡ് വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഇൻ എ ഫ്രീലി ഫോളിംഗ് ബോഡി. നോക്കിക്കേടാ, ഫ്രീലി ഫോളിംഗ് ബോഡിയുടെ നമുക്കറിയാം എന്താ പറയാ, ഇതിന്റെ ഡിസ്പ്ലേസ്മെന്റ് താഴത്തോട്ടാ. ഫ്രീലി ഫോളിംഗ് അല്ലേ, ഡിസ്പ്ലേസ്മെന്റും താഴത്തോട്ടാണ്. അറ്റ് ദ സെയിം ടൈം നമ്മുടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സും ഓൾവേസ് എന്താണ്? ടുവേർഡ്സ് ദി സെന്റർ ഓഫ് എർത്ത്, അതും ഡൗൺവേർഡ് ആണ്, സെയിം ഡയറക്ഷൻ ആണ്. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് പോസിറ്റീവ്. A body is moving along a circular path. What is the work done to be a centripetal force? Already നമ്മൾ പറഞ്ഞു എന്താണ്? സീറോ ആണ്. അടുത്താണ് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവത്തിലോട്ട് വന്നത്, കൈനറ്റിക് എനർജി. അപ്പൊ എന്താണ് കൈനറ്റിക് എനർജി? യെസ്, മോഷൻ കാരണം ഉണ്ടാകുന്ന എനർജിയാണ് കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്. ദ എനർജി possessed by any object by virtue of its motion is called its kinetic energy. Okay, and kinetic energy of an object is given by k is equal to half mv square. ഓക്കെ അല്ലേടാ? ഇനി ഒന്ന് നോക്കിക്കേ, ഞാൻ ഒരു കാര്യം ചെയ്യാൻ പോവാ. ഈ ഒരു ഇക്വേഷനെ ഞാൻ എം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഡിവൈഡ് ചെയ്യുന്നു. ഓവറോൾ റിസൾട്ടിൽ എന്തെങ്കിലും മാറ്റം വരും. അപ്പൊ എനിക്ക് എന്താ കിട്ടുന്നത്? ഹാഫ് ഇൻറ്റു എം സ്ക്വയർ വി സ്ക്വയർ ഡിവൈഡഡ് ബൈ എം എന്ന് വരും. അങ്ങനെയാണെങ്കിൽ എനിക്കറിയാലോ എം വി വിച്ച് ഇസ് ഈക്വൽ ടു പി ആർ. സോ എം സ്ക്വയർ വി സ്ക്വയർ എന്ന് പറയുന്നത് എന്തായിരിക്കും? പി സ്ക്വയർ ആയിരിക്കും. സോ വി വിൽ ഗെറ്റ് ഹാഫ്
p square by m എന്ന് കിട്ടും. സോ കൈനറ്റിക് എനർജിക്ക് ഇൻ ടേംസ് ഓഫ് മൊമെന്റം നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഇക്വേഷൻ എഴുതാം കേട്ടോ. അപ്പൊ കൈനറ്റിക് എനർജി ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് രണ്ട് ഇക്വേഷൻ ഉള്ളത്, ഹാഫ് എം വി സ്ക്വയറും അതേപോലെ തന്നെ പി സ്ക്വയർ ബൈ 2m. ഈ രണ്ട് ഇക്വേഷനും ഇമ്പോർട്ടന്റ് ആണ്, പ്രോബ്ലംസ് ചോദിക്കും. പ്രോബ്ലംസ് ചോദിക്കുന്നത് ഇതേപോലത്തെ ചോദ്യങ്ങളായിരിക്കും വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു എക്സാമ്പിൾ വെച്ചത് കേട്ടോ. എ കാർ ആൻഡ് എ ട്രക്ക് ഹാസ് സെയിം കൈനറ്റിക് എനർജി. ഓക്കെ അല്ലെ, കൈനറ്റിക് എനർജി ഓഫ് കാറും കൈനറ്റിക് എനർജി ഓഫ് ട്രക്കും എന്താണ്, സെയിം ആണ് തന്നിട്ടുണ്ട്. ആൻഡ് ദേ ആർ മൂവിംഗ് അലോങ് ടു പാരലൽ റോഡ്സ്, വിച്ച് വൺ വിൽ ഹാവ് ഗ്രേറ്റർ മൊമെന്റം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ കൈനറ്റിക് എനർജി ഓഫ് കാറിന് നമുക്ക് എങ്ങനെ പറയാം, യെസ് പി സി സ്ക്വയർ. ഓക്കെ അല്ലെ, കൈനറ്റിക് എനർജി ഓഫ് കാർ പി സി സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 into mc അല്ലെ, which is equal to എന്താണ്, pt square divided by 2mt എന്ന് വരും. സോ 2 ഉം 2 ഉം നമ്മുടെ ക്യാൻസൽ ആയി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് pc square divided by pt square എങ്ങനെ എഴുതാൻ പറ്റും, യെസ് mc divided by mt എന്ന് എഴുതാനായിട്ട് പറ്റും അല്ലെ. സോ ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാവുന്നത്, യെസ് ഇവിടെ മാസ് കൂടുതൽ ഏതാണോ, ഓക്കെ അല്ലെ, മാസ് കൂടുതൽ ഏതാണോ അതിനായിരിക്കും എന്തെന്ന് പറയുന്നത് മൊമെന്റം കൂടുതൽ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഏതിനായിരിക്കും ഏറ്റവും കൂടുതൽ മൊമെന്റം എന്ന് പറയുന്നത്. സോ യെസ് സോറി, ഇവിടെ pc square divided by pt square ആണ്. സോ ഞാൻ let's say suppose pc square which is equal to pt square mc divided by mt എന്ന് എഴുതി. ഓക്കെ അല്ലെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒന്ന് നോക്കിക്കേടാ, ഇവിടെ മാസ് ആരുടെ കൂടുതൽ വരുന്നത്, ട്രക്കിന്റെ അല്ലേ. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ വാല്യൂ, അതായത് താഴത്തെ വാല്യൂ കൂടി വന്നു അല്ലെ, ട്രക്കിന്റെ വാല്യൂ കൂടി വന്നു. സോ ഒബ്വിയസ്ലി ഈ വാല്യൂ എന്താവും, കുറഞ്ഞു പോകും. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൊമെന്റം ഓഫ് ട്രക്ക് ആയിരിക്കും എന്ന് പറയുന്നത് കാറിനെക്കാട്ടിലും കൂടുതൽ. മനസ്സിലായല്ലോ, മൊമെന്റം ഓഫ് ട്രക്ക് ആയിരിക്കും കൂടുതൽ വരുന്നത് കേട്ടോ. ഇതാണ് സിമ്പിൾ ആയിട്ടുള്ള ഒരു ലോജിക്ക്. ഇനി ഇതേപോലെ തന്നെ ക്വസ്റ്റ്യൻ വരും, ഇഫ് ദ മാസ് ഓഫ് ദി ട്രക്ക് is 100 times greater than that of the car. ഓക്കെ അല്ലെ, അതായത് ട്രക്കിന്റെ മാസ് എന്ന് പറയുന്നത് എന്താണ്, 100 times ഓഫ് എന്താ പറയാ കാറിന്റെ മാസ്. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ റേഷ്യോ ഓഫ് വെലോസിറ്റി ഓഫ് ദിസ് ട്രക്ക്, വെലോസിറ്റി ഓഫ് ദി കാർ എന്ന് തന്നിട്ടുള്ളത്. ഒന്നുമില്ല, നമുക്കറിയാം, ഓൾറെഡി നമുക്കറിയാലോടാ, ഇതിന്റെ കൈനറ്റിക് എനർജി സെയിം ആണ് അല്ലെ. സോ ഹാഫ് എം വി സി സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു എം സി, ഹാഫ് എം ടി വി ടി സ്ക്വയർ, ഹാഫ് കളഞ്ഞു. ഓക്കെ, ഇനി എം ടിക്ക് പകരം ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്, ഇവിടെ ഞാൻ ഇങ്ങനെ തന്നെ എഴുതി, എം ടിക്ക് പകരം ഞാൻ എന്താ കൊടുക്കുന്നത്, 100 mc എന്ന് എഴുതി, വി ടി സ്ക്വയർ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വെലോസിറ്റി ഓഫ് ദി ട്രക്ക് ടു ദി കാർ, അതായത് വി ടി സ്ക്വയർ ഡിവൈഡഡ് ബൈ വി സി സ്ക്വയർ വിൽ ബി ഈക്വൽ ടു എം സി ഡിവൈഡഡ് ബൈ 100 mc എന്ന് വരും. എം സി ക്യാൻസൽ ആയി പോയി, 1/100 വിച്ച് ഇസ് ഈക്വൽ ടു വി ടി സ്ക്വയർ വി സി സ്ക്വയർ. സോ 1/100, അതായത് ഇവിടെ നമുക്ക് കിടക്കുന്നത് 1/100 വിച്ച് ഇസ് ഈക്വൽ ടു vt square divided by vc square അല്ലേ. അപ്പൊ ഞാൻ എഴുതുവാണ് 1/100 which is equal to vt divided by vc the whole square. അങ്ങനെയാണെങ്കിൽ 1/10 will be equal to vt by vc. So അങ്ങനെയാണ് the ratio will be 10:1. Okay, simple. ഇനി എ ലൈറ്റർ ബോഡി ആൻഡ് എ ഹെവി ബോഡി ഹാസ് ഈക്വൽ കൈനറ്റിക് എനർജീസ് വിച്ച് ഹാസ് ദി ഗ്രേറ്റർ മൊമെന്റം. ഇത് ഈ ക്വസ്റ്റ്യൻ ആയിട്ട് ഞാൻ വെച്ചതിന്റെ കാരണം എന്താണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ചോദ്യം ചോദിക്കും. ആസ് ഇൻ ദി ഗിവൻ ക്വസ്റ്റ്യൻ നമുക്ക് തന്നിട്ടുണ്ട് ഈക്വൽ കൈനറ്റിക് എനർജിയാണ്. ഓക്കെ അല്ലെ, ഇത് ലൈറ്റർ ബോഡിയുടെയും ഇതെന്താണ്, ഇത് ഹെവിയർ ബോഡിയുടെയും ആണ്. നമ്മൾ ചോദിച്ചിട്ടുള്ളത് ഗ്രേറ്റർ മൊമെന്റം. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു മാസ് ഏതിനാണോ കൂടുതൽ അതിനായിരിക്കും മൊമെന്റം കൂടുതൽ അല്ലെ. എങ്ങനെയാണ് വരുന്നത്, പി സ്ക്വയർ അല്ലെ, പി സ്ക്വയർ ഡിവൈഡഡ് ബൈ 2ml which is equal to p h square divided by 2mh. ഓക്കെ, 2 ഉം 2 ഉം ക്യാൻസൽ ആയി പോയിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം മാസിന്റെ വാല്യൂ ഏതിനാണോ കൂടുതൽ അതിനായിരിക്കും എന്തെന്ന് പറയുന്നത് ഗ്രേറ്റർ മൊമെന്റം. സോ ഹെവിയർ ബോഡി ഏതാണോ അതിനായിരിക്കും ഗ്രേറ്റർ മൊമെന്റം കേട്ടോ. ഇതേപോലെ തന്നെ നമുക്ക് എന്ത് ചോദിക്കാം, യെസ് നമ്മുടെ അടുത്ത് ഏതിനായിരിക്കും കൂടുതൽ സെയിം മാസ് ഉള്ള ഒബ്ജക്റ്റ്, ഓക്കെ അല്ലെ, സെയിം മാസ് ആണ്, ഏതിനായിരിക്കും കൈനറ്റിക് എനർജി, സെയിം വെലോസിറ്റി ഉള്ളത് ഏതിനായിരിക്കും കൈനറ്റിക് എനർജി ചോദിച്ചിട്ടുള്ള റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും വരാം. ജസ്റ്റ് ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെ. നെക്സ്റ്റ് വൺ ഈസ് പൊട്ടൻഷ്യൽ എനർജി ആണ്. അപ്പം പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ the energy possessed by virtue of its position and configuration. ഓക്കെ അല്ലെ, പൊസിഷൻ കാരണമോ അതിന്റെ കോൺഫിഗറേഷൻ കാരണമോ ഉണ്ടാകുന്നതാണ് പൊട്ടൻഷ്യൽ എനർജി. ഓക്കെ, ഒരു ഒബ്ജക്റ്റ് എച്ച് ഹൈറ്റിൽ ഇരിക്കുവാണ്, അതിന് എന്തുണ്ട്, യെസ് അതിന് പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. ഡാം അല്ലെ, ഡാമിൽ ഇരിക്കുന്ന വെള്ളത്തിന് പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്, അതുകൊണ്ടാണ് അതെന്തായിട്ട് കൺവേർട്ട് ആവുന്നത്, യെസ് കൈനറ്റിക് എനർജി ആയിട്ട് കൺവേർട്ട് ആവുന്നത്. സോ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊസിഷൻ. ആൻഡ് ഓൾസോ നമുക്കറിയാം സ്പ്രിങ്ങിന്റെ കേസിൽ എന്നാണ് ഉണ്ടാവുന്നത്, യെസ് അത് നമ്മൾ വലിച്ച് അതിനെ വിടുമ്പം അതിന് മാറ്റം ഉണ്ടാവുന്നുണ്ട്. ദാറ്റ് മീൻസ് അതിന് പൊട്ടൻഷ്യൽ എനർജി ഉണ്ട് അല്ലെ. പൊട്ടൻഷ്യൽ എനർജി സ്റ്റോർ ആയതുകൊണ്ടാണ് വൺസ് നമ്മൾ അത് എന്ത് ചെയ്യുന്നത്, വിടുമ്പം തിരിച്ച് അത് ഇവിടെ വന്നിട്ട് അടിക്കുന്നത്. ഇനി there are 3 important types of potential energies. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. ദാറ്റ് മീൻസ് അതായത് ഒരു ഒബ്ജക്റ്റ് എച്ച് ഹൈറ്റിലാണ് ഇരിക്കുന്നതെങ്കിൽ അവിടെ ആ ഹൈറ്റ് കാരണം ആ ബോഡിക്ക് കിട്ടുന്ന എനർജിയാണ് പൊട്ടൻഷ്യൽ എനർജിയാണ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി. ആൻഡ് ദാറ്റ് വാല്യൂ ഇസ് mgh.
മനസ്സിലായല്ലോടാ? ഇനി പൊട്ടൻഷ്യൽ എനർജിയിൽ അടുത്തതാണ് ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി. ഇഫ് എ സ്പ്രിംഗ് കോൺസ്റ്റന്റ് കെ ഈസ് സ്ട്രെച്ച്ഡ് ത്രൂ എ ഡിസ്റ്റൻസ് എക്സ്. ഓക്കെ, ഇപ്പം ഇത് ഇരിക്കുന്നത് ഇങ്ങനെയായിരുന്നു ഇരുന്നുകൊണ്ടിരുന്നത്. ഓക്കെ അല്ലെ? ഇനി ഒരു എക്സ് ഡിസ്റ്റൻസ്, ഇതിപ്പം എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് വിചാരിക്കും, അല്ലെങ്കിൽ പൊസിഷന്റെ 0 ആണ്. ഇനി അടുത്ത എന്താ ചെയ്യുന്നത്? സ്ട്രെച്ച് ചെയ്തിട്ട് നമ്മൾ ഇതിന്റെ പൊസിഷൻ എവിടെ വരെ എത്തി? ഒരു എക്സ് വാല്യൂലോട്ട് എത്തി. ഓക്കെ അല്ലെ? ഇനി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജിയുടെ വാല്യൂ എന്തായിരിക്കും? ദാറ്റ് ഈസ് ഹാഫ് കെ എക്സ് സ്ക്വയർ ആയിരിക്കും. ഓക്കെ അല്ലെ? ഹാഫ് കെ എക്സ് സ്ക്വയർ ആയിരിക്കും. സോ എടാ ഇത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? നമുക്കറിയാം എഫ് ഇസ് ഈക്വൽ ടു മൈനസ് കെ എക്സ് ആണ് അല്ലെ? എഫ് ഇസ് ഈക്വൽ ടു മൈനസ് കെ എക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ചെറിയ വർക്ക്, ഓക്കെ, ചെറിയ ഡിസ്പ്ലേസ്മെന്റിൽ ഉണ്ടായ ചെറിയ വർക്ക് ഞാൻ കണ്ടുപിടിക്കാൻ പോവാണ്. സോ ദാറ്റ് വിൽ ബി എഫ് ഡി എക്സ്. അങ്ങനെയാണെങ്കിൽ മൊത്തം കണ്ടുപിടിക്കണം എനിക്ക് എന്ത് ചെയ്യണം? ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യണം അല്ലെ? ടോട്ടൽ വർക്ക് ഡൺ എനിക്ക് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇതിനെ ഞാൻ ഇന്റഗ്രേറ്റ് ചെയ്യണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോവാണ് 0 to x. അങ്ങനെയാണെങ്കിൽ 0 to x എഫ് ഡി എക്സ് അല്ലേ? എഫ് ഡി എക്സ് ഇട്ടു. ഓക്കെ, ദെൻ ഞാൻ ഇതൊന്ന് മാറ്റുവാണേ. ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് ഇങ്ങനെ കിട്ടി. ഇനി എഫിന് ഞാൻ എന്താ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നത്? സ്പ്രിംഗ് അല്ലേ? സോ സ്പ്രിംഗിന്റെ നമ്മൾ ഫോഴ്സ്, അവിടെ സ്റ്റോർ ആവുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് മൈനസ് കെ എക്സ് ആണ്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇതാണ് ഡബ്ല്യു ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 to x മൈനസ് കെ എക്സ് ഡി എക്സ്. ഓക്കെ, മൈനസ് റെപ്രസെന്റ് ചെയ്യുന്നത് എന്താണ്? യെസ്, ഇതൊരു റീസ്റ്റോറിംഗ് ഫോഴ്സ് ആണെന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. സോ നമ്മൾ ഇത് ഇട്ടില്ലെങ്കിലും, ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ അത് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ആൻഡ് കെ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആണ്. ഞാൻ കെനെ പുറത്തെടുത്തു. പിന്നെ അവിടെ ആരുള്ളത്? എക്സ് ഡി എക്സ് ആണ്. സോ എക്സിനെ 0 to x ഞാൻ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്താ കിട്ടുക? എക്സ് സ്ക്വയർ ബൈ 2 കിട്ടും. സോ ഇവിടെ കെ ഉണ്ട്, ഇവിടെ എക്സ് സ്ക്വയർ ബൈ 2 ഉണ്ട്. ലിമിറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും എക്സ് സ്ക്വയർ ബൈ 2. ദാറ്റ് മീൻസ് ഹാഫ് കെ എക്സ് സ്ക്വയർ കേട്ടോ. അപ്പം സ്പ്രിംഗില് സ്റ്റോർ ആയിട്ടുള്ള പൊട്ടൻഷ്യൽ എനർജി ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് എഴുതാം. എന്താണ്? ഹാഫ് കെ എക്സ് സ്ക്വയർ നമുക്ക് എഴുതാനായിട്ട് പറ്റും. ക്ലിയർ ആയില്ലോടാ? യെസ്. ആ സ്പ്രിംഗിന്റെ ഇത് പൊട്ടൻഷ്യൽ എനർജി എങ്ങനെയായിരിക്കും? ആൻഡ് ഓഫ് കോഴ്സ് കൈനറ്റിക് എനർജി എങ്ങനെയായിരിക്കും? ഇങ്ങനെയായിരിക്കും കേട്ടോ. ആൻഡ് ടോട്ടൽ എനർജി ഇസ് ഓൾവേസ് എന്തായിരിക്കും? കൺസർവ്ഡ് ആയിരിക്കും കേട്ടോ. കൺസർവ്ഡ് ആയിരിക്കും. ആൻഡ് പൊട്ടൻഷ്യൽ എനർജി ഇസ് ഡിഫൈൻഡ് ആസ് ഓൺലി ഫോർ കൺസർവേറ്റീവ് ഫോഴ്സസ്. കാരണം എന്താണ്? കൺസർവേറ്റീവ് ഫോഴ്സസിന് മാത്രമാണ് പൊട്ടൻഷ്യൽ എനർജി എക്സിബിറ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഇറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ് ഫോർ നോൺ കൺസർവേറ്റീവ് ഫോഴ്സസ്. പൊട്ടൻഷ്യൽ എനർജി ഡിപ്പെൻഡ്സ് ഓൺ ഫ്രെയിം ഓഫ് റെഫറൻസ്. നെക്സ്റ്റ് വൺ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എനർജി. അത് നമ്മൾ എന്താ പറയുക, നമ്മുടെ +2 നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അതായത് രണ്ട് ചാർജസ് ഇരിക്കുന്നു, ആ രണ്ട് ചാർജസും തമ്മിൽ ഒരു സ്പെസിഫിക് ഡിസ്റ്റൻസ് ഉണ്ട്, ദാറ്റ് ഇസ് ആർ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി ആണ് 1/4πε0, ദാറ്റ് ഇസ് എ കോൺസ്റ്റന്റ് വാല്യൂ. ആൻഡ് പ്രൊഡക്റ്റ് ഓഫ് ദീസ് ടു ചാർജസ് ഡിവൈഡഡ് ബൈ ആർ. ദിസ് ഇസ് ആക്ച്വലി പൊട്ടൻഷ്യൽ എനർജി, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എനർജി. Next one is again conservative force എന്താണെന്നാണ് പറയാൻ പോകുന്നത്. Conservative force is a force in which work done is determined by the path taken by the object. ആൻഡ് അങ്ങനത്തെ എന്താ പറയുക, കൺസർവേറ്റീവ് ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന വർക്ക് ഡൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ അതെന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ അല്ലെ? കൺസർവേറ്റീവ് ഞാൻ നേരത്തെ പറഞ്ഞ കൺസർവേറ്റീവ് ഫോഴ്സ് ആണെന്നുണ്ടെങ്കിൽ അത് പ്രൊവൈഡ് ചെയ്യുന്ന വർക്ക് ഡൺ എന്ന് പറയുന്നത് ഒരു ക്ലോസ്ഡ് ട്രാക്കിൽ അത് പ്രൊവൈഡ് ചെയ്യുന്ന വർക്ക് ഡൺ എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. ഇത് ടോട്ടൽ എനർജി, അതുകൊണ്ടാണ് നമ്മുടെ സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്തായത്? 0 ആയത്. ദ ടോട്ടൽ എനർജി ദാറ്റ് ഇസ് സം ഓഫ് കൈനറ്റിക് ആൻഡ് പൊട്ടൻഷ്യൽ എനർജി ഇസ് കൺസർവ്ഡ്. ഓക്കെ, നമുക്കറിയാം മെക്കാനിക്കൽ എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി ആണ്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ എനർജി, കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് എന്തായാലും ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആയിരിക്കും. ആൻഡ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ബോയൻസി ഫോഴ്സ്, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സസ് ആർ എക്സാമ്പിൾസ് ഓഫ് കൺസർവേറ്റീവ് ഫോഴ്സ്. ഇനി എന്താണ് നോൺ കൺസർവേറ്റീവ് ഫോഴ്സ്? എ നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് ഇൻ വിച്ച് the work done relies on the path of the object and viscosity, resistance of the flow of electric current, air resistance, friction എല്ലാം എന്താണ്? നോൺ കൺസർവേറ്റീവ് ഫോഴ്സിന് എക്സാമ്പിൾസ് ആണ്. ഇനി സെലക്ട് ദ ഓൾട്ടർനേറ്റീവ്. when conservative force does positive work on the body, the potential energy of the body decreases. എന്തുകൊണ്ടാണ്? നമുക്കറിയാം, അതായത് നമ്മൾ ഗ്രൗണ്ടിൽ നിന്നും ഒരു ഒബ്ജക്റ്റ്, ഓക്കെ അല്ലെ, ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ എന്ത് ചെയ്യണം? h ഹൈറ്റിലോട്ട് കൊണ്ടുവയ്ക്കുക. ഇതാണ് നമ്മുടെ h ഹൈറ്റ്. ഓക്കെ അല്ലെ? ഈ ഒബ്ജക്റ്റിനെ ഞാൻ എന്ത് ചെയ്തു? h ഹൈറ്റ് ഞാൻ ഉയർത്തി. അങ്ങനെ ഞാൻ h ഹൈറ്റ് ഉയർത്താനായിട്ട് ആവശ്യമായിട്ടുള്ള വർക്ക് ഡൺ എന്താ? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ് അല്ലെ? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? mg അല്ലേ? mg അല്ലേ? ഡിസ്പ്ലേസ്മെന്റ് എന്താണ്? h ആണ്. ഓക്കെ അല്ലെ? ദാറ്റ് മീൻസ് mgh എനിക്ക് കിട്ടി. ക്ലിയർ ആയില്ലോടാ? mgh എനിക്ക് കിട്ടി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്കറിയാം ഈ g എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും അല്ലെ? ഇത് എന്താ പറയുക, അഗെയിൻസ്റ്റ് ഗ്രാവിറ്റി അല്ലേ നമ്മൾ ചെയ്യുന്നത്. സോ മൈനസ് mgh ആയിരിക്കും. ദാറ്റ് മീൻസ് നെഗറ്റീവ് വർക്ക് ഡൺ ആണ് ഇവിടെ വന്നത്. ഓക്കെ, നെഗറ്റീവ് വർക്ക് ഡൺ ആണ് വന്നത്. അതെന്തായി? പോസിറ്റീവ് പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് മാറി അല്ലെ? പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് ഈ mgh എന്തായിരുന്നോ മൈനസ് mgh എന്തായിട്ട് സ്റ്റോർ ആയി? യെസ്, അവിടെ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ആയി. ആൻഡ് വൺസ് നമുക്കറിയാം ഇതിനെ താഴെ കൊണ്ടുവരാനായിട്ട് ആവശ്യമായിട്ടുള്ളത് അല്ലെ, ഇതിനെ താഴെ കൊണ്ടുവയ്ക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള
ആയിട്ടുള്ള വർക്ക് ഡൺ എന്തായിരിക്കും? ദാറ്റ് വിൽ ബി mgh അല്ലെ? അത് പോസിറ്റീവ് ആണ്. സോ അത് mgh ആവുന്ന സമയത്ത് ഇതിന്റെ പൊട്ടൻഷ്യൽ എനർജി ഗ്രൗണ്ട് എത്തുമ്പോഴത്തേനും എത്രയായിരിക്കും? 0 ആയിരിക്കും. ദാറ്റ് മീൻസ് പൊട്ടൻഷ്യൽ എനർജി ഡിക്രീസ് ആയി. അതായത് പോസിറ്റീവ് വർക്ക് ഡൺ ആണോ എങ്കിൽ നമ്മുടെ പൊട്ടൻഷ്യൽ എനർജി ഡിക്രീസ് ആവും. നെഗറ്റീവ് വർക്ക് ഡൺ ആണോ പൊട്ടൻഷ്യൽ എനർജി മാക്സിമം ആയിരിക്കും. ഓക്കെ അല്ലേ? സോ ദ ആൻസർ ഇസ് ഡിക്രീസസ്. വർക്ക് ഡൺ ബൈ എ ബോഡി അഗെയിൻസ്റ്റ് ഫ്രിക്ഷൻ ഓൾവേസ് റിസൾട്ട്സ് ഇൻ ലോസ് ഓഫ് ഇറ്റ്സ് കൈനറ്റിക് എനർജി. കാരണം എന്തുവാണ്? നമ്മൾ ഈ പൊട്ടൻഷ്യൽ എനർജി ഇവിടെ ബാധിക്കത്തില്ല. കാരണം എന്താണ്? അഗെയിൻസ്റ്റ് ഫ്രിക്ഷൻ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അവിടെ മോഷൻ റിലേറ്റഡ് ആയിരിക്കും. സോ തീർച്ചയായിട്ടും അത് ആരെ മാത്രമേ എഫക്ട് ചെയ്യത്തുള്ളൂ? കൈനറ്റിക് എനർജിനെ മാത്രമേ എഫക്ട് ചെയ്യത്തുള്ളൂ. ക്ലിയർ ആയല്ലോടാ? യെസ്. ഇനി അടുത്തത് എന്താണ്? എ ബോഡി ഓഫ് മാസ് 5 kg ഇനീഷ്യലി അറ്റ് റെസ്റ്റ്. ഓക്കെ, തുടക്കത്തിൽ എന്തായിരുന്നു? റെസ്റ്റിലായിരുന്നു കേട്ടോ. ദാറ്റ് മീൻസ് യു നമുക്ക് എന്തെടുക്കാം? 0 ആയിട്ട് എടുക്കാം. ആൻഡ് ഹൊറിസോണ്ടൽ ഫോഴ്സ് നമ്മൾ കൊടുത്തത് എത്രയായിരുന്നു? 20 ന്യൂട്ടൺ ആയിരുന്നു. കൈനറ്റിക് എനർജി അക്വേർഡ് ആയിട്ടുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. ടി തന്നിട്ടുണ്ട്, ദാറ്റ് ഇസ് 10 സെക്കൻഡ് എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൈനറ്റിക് എനർജി കണ്ടുപിടിക്കണമെങ്കിൽ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ എന്താ? ഹാഫ് എം വി സ്ക്വയർ ആണ് അല്ലെ? ഹാഫ് എം വി സ്ക്വയർ ആണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് വി കണ്ടുപിടിക്കാനായിട്ട് പറ്റും. വി കണ്ടുപിടിക്കാനായിട്ട് നമ്മുടെ ഇക്വേഷൻ എന്താ? വി is equal to u plus 80 ആണ്. സോ നമുക്ക് സിമ്പിൾ ആയിട്ട് നോക്കി നോക്കാം. ഇതിൽ ടി അറിയാം, യു അറിയാം, എ മാത്രമേ അറിയാത്തുള്ളൂ. എ കണ്ടുപിടിക്കാൻ നമുക്ക് ഇവിടെ വാല്യൂസ് തന്നിട്ടുണ്ടല്ലോ. എങ്ങനെയാണ്? 20 ഡിവൈഡഡ് ബൈ 5. എങ്ങനെ 20 ഡിവൈഡഡ് ബൈ 5 വരുന്നത്? എഫ് ഇസ് ഈക്വൽ ടു എം എ ആണ്. സോ അങ്ങനെയാണെങ്കിൽ എ ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? എഫ് ബൈ എം ആയിരിക്കും. എഫിന്റെ വാല്യൂ 20 ആണ്. ആൻഡ് മാസ് നമുക്ക് തന്നിട്ടുണ്ട് 5 kg. സോ 20 by 5 ദാറ്റ് ഇസ് 4 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആയിരിക്കും ആക്സിലറേഷൻ. സോ ഞാൻ ഇവിടെ അപ്ലൈ ചെയ്യുവാണ്. വി ഇസ് ഈക്വൽ ടു യു ഇസ് 0, എ എന്ന് പറയുന്നത് 4 ആണ്, ഇൻറ്റു ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10 ആണ്. സോ എനിക്ക് കിട്ടി വി ഇസ് ഈക്വൽ ടു 40 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടി. ഓക്കെ അല്ലേ? ഇനി എമ്മിന്റെ വാല്യൂ എനിക്ക് അറിയാലോ. സോ കൈനറ്റിക് എനർജി വിൽ ബി ഈക്വൽ ടു ഹാഫ് ഇൻറ്റു 5 ഇൻറ്റു എന്താണ്? 40 വരും. ഓക്കെ അല്ലേ? സോ നമുക്ക് എത്രയാണ് കിട്ടുന്നത്? യെസ്, ഇത്രയും ജൂൾ എന്ന് നമുക്ക്, സോറി സ്ക്വയർ ആണ് കേട്ടോ, സ്ക്വയർ ആണ്. 40 സ്ക്വയർ വി സ്ക്വയർ അല്ലേ? ഓക്കെ, വി 40 മീറ്റർ പെർ സെക്കൻഡ് ആണ്. സോ വി സ്ക്വയർ എന്ന് പറഞ്ഞാൽ 40 സ്ക്വയർ ആണ്. സോ വി വിൽ ഗെറ്റ് ദി ആൻസർ ആസ് 4000 ജൂൾ. മറക്കരുത് കേട്ടോ യൂണിറ്റ് എഴുതാനായിട്ട്. കാരണം യൂണിറ്റ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് മാർക്ക് കിട്ടണോ? യൂണിറ്റ് അവിടെ ഉണ്ടായിരിക്കണം. ഓക്കെ അല്ലടാ? യെസ്. അപ്പൊ ഇനി അടുത്തത് നമ്മൾ എന്താ കണ്ടുപിടിക്കാൻ പോകുന്നത്? ടോട്ടൽ എനർജി കൺസേർവ്ഡ് ആണെന്ന് നമുക്ക് അങ്ങ് പ്രൂവ് ചെയ്യണം. ഓക്കെ അല്ലെ? ടോട്ടൽ എനർജി കൺസേർവ്ഡ് ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ജേണിയാണ് നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത്. സോ ഫ്രീ ഫോൾ ഇൻ ഓഫ് ഇമോഷൻ. ഓക്കെ, നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദിസ് ഇസ് എ. ഓക്കെ, ഇതാണ് എ എന്ന് പറയുന്ന പോയിന്റ് ആൻഡ് ഇതാണ് ഗ്രൗണ്ട്. ഓക്കെ അല്ലെ? ഗ്രൗണ്ട്. ദിസ് ഇസ് സി. അപ്പൊ ഞാൻ ഈ സി ഇവിടെ ഞാൻ സി എടുക്കാൻ കാരണം എന്താണ്? ഇൻ ബിറ്റ്വീൻ ഞാൻ ഒരു പോയിന്റിനും കൂടെ കൺസിഡർ ചെയ്യുന്നുണ്ട്. ദാറ്റ് ഇസ് ബി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എടാ ഞാൻ നോക്കിക്കേ, ഈ ടോട്ടൽ ഹൈറ്റ് ഉണ്ടല്ലോ, ഈ ടോട്ടൽ ഹൈറ്റിനെ ഞാൻ എച്ച് എന്ന് വിളിച്ചു കേട്ടോ. ഓക്കെ, ഈ ടോട്ടൽ ഹൈറ്റിനെ ഞാൻ എന്ത് വിളിച്ചു? എച്ച് എന്ന് വിളിച്ചു. ആൻഡ് ഗ്രൗണ്ടിൽ നിന്നും ഈ ബിയിലോട്ടുള്ള ഈ ഒരു ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, അതിനെ ഞാൻ എക്സ് എന്ന് വിളിച്ചു. ആൻഡ് ഡെഫിനറ്റ്ലി ദിസ് വിൽ ബി എന്തായിരിക്കും? എച്ച് മൈനസ് എക്സ് ആയിരിക്കും. ഓക്കെ അല്ലടാ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പോയിന്റ് എ. ഓക്കെ, പോയിന്റ് എ ഞാൻ കൺസിഡർ ചെയ്യാൻ പോവാണ്. പോയിന്റ് എനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ടോട്ടൽ എനർജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ആദ്യം ഞാൻ കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാൻ പോവാണ്. ദാറ്റ് ഇസ് ഹാഫ് എം വി സ്ക്വയർ. ഓക്കെ അല്ലടാ? ഹാഫ് എം വി സ്ക്വയർ. അപ്പം എനിക്കൊരു കാര്യം അറിയാം, മാക്സിമം ഹയസ്റ്റ് പോയിന്റ് അവിടുത്തെ വി എന്ന് പറയുന്നത് 0 ആണ്. സോ കൈനറ്റിക് എനർജി എനിക്ക് എന്തായിട്ട് എടുക്കാൻ പറ്റും? 0 ആയിട്ട് എടുക്കാൻ പറ്റും. ഇനി അവിടെ ആര് മാത്രമേ ഡിപ്പെൻഡ് ചെയ്യത്തുള്ളൂ? പൊട്ടൻഷ്യൽ എനർജി. പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അതിന്റെ മാസ് എം ആണ്. ഓക്കെ, ഈ ഒബ്ജക്റ്റിന്റെ മാസ് എം ആണ്. ജി ഇൻറ്റു എച്ച് ഹൈറ്റ് ആണ്. സോ എനിക്ക് എഴുതാം എന്താണ്? പൊട്ടൻഷ്യൽ എനർജി ഇസ് എം ജി എച്ച്. സോ ടോട്ടൽ എനർജി വിൽ ബി വാട്ട്? കൈനറ്റിക് എനർജി 0 ആണ് പ്ലസ് എം ജി എച്ച്, ദാറ്റ് ഇസ് ടോട്ടൽ എനർജി. ഓക്കെ അല്ലേ? ഇനി അടുത്തത് പോയിന്റ് ബി നെ ഞാൻ കൺസിഡർ ചെയ്യാൻ പോവാം. ഓക്കെ അല്ലെ? പോയിന്റ് ബി, അതായത് ഇൻ ബിറ്റ്വീൻ എ ആൻഡ് സി ആണ് കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്താണ്? ടോട്ടൽ എനർജി വിച്ച് ഇസ് ഈക്വൽ ടു അഗെയിൻ കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി. അപ്പൊ ഞാൻ ആദ്യം കൈനറ്റിക് എനർജി നോക്കുക. കൈനറ്റിക് എനർജി നോക്കുന്ന സമയത്ത് എനിക്കറിയാം ഹാഫ് എം വി സ്ക്വയർ ആണ്. അപ്പൊ എനിക്ക് ആദ്യം എന്തറിയണോടാ? എനിക്ക് വിന്റെ വാല്യൂ അറിയണം. സോ എനിക്ക് ഇക്വേഷൻ അറിയാം, വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as ആണ്. അവിടെ ഞാൻ എന്ത് ചെയ്യാൻ പോവാ? വി സ്ക്വയർ അവിടെ തന്നെ ഇട്ടു. ഇനി യു സ്ക്വയർ എന്ന് പറയുമ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി ഞാൻ 0 ആയിട്ട് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെ ആര് മാത്രമേ ഉള്ളൂ? യെസ്, 2 ഇൻറ്റു എക്ക് പകരം ഞാൻ ഇടാൻ പോവാണ് ജി. ഓക്കെ അല്ലെ? ജി ഇട്ടു. ഓക്കെ അല്ലെ? താഴത്തോട്ടാണ് വീഴുന്നത്. സോ ഡെഫിനറ്റ്ലി ജി പോസിറ്റീവ് ആയിരിക്കും. ഇനി എസിന് പകരം ഞാൻ എന്താ ചെയ്യേണ്ടത്? യെസ്, ഇത് ഇവിടെ നിന്ന് മുതൽ ഇവിടെ വരെ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ്, ദാറ്റ് ഇസ് എച്ച് മൈനസ് എക്സ്. ഓക്കെ അല്ലെ? എച്ച് മൈനസ് എക്സ്. ദിസ് ഇസ് വി സ്ക്വയർ. ഓക്കെ അല്ലെ? ഇനി കൈനറ്റിക് എനർജി അപ്പൊ എന്തായിട്ട് മാറും? ഹാഫ് ഇൻറ്റു എം ഇൻറ്റു 2g എച്ച് മൈനസ് എക്സ് എന്ന് എഴുതാം. അല്ലടാ? എച്ച് മൈനസ് എക്സ് എന്ന് എഴുതി. അങ്ങനെയാണെങ്കിൽ ഒന്ന് എക്സ്പാൻഡ് ചെയ്തു. ഹാഫ് എം ഇൻറ്റു 2g എച്ച് മൈനസ് ഹാഫ് ഇൻറ്റു എം ഇൻറ്റു 2gx.
ഓക്കെ, 2ഉം 2ഉം ക്യാൻസൽ ആയിപ്പോ എനിക്ക് കിട്ടി mgh. ഇവിടെയും 2ഉം 2ഉം ക്യാൻസൽ ആയി എനിക്ക് കിട്ടി mgx. അപ്പൊ എനിക്ക് കൈനറ്റിക് എനർജി കിട്ടി. ഇനി എനിക്ക് അടുത്ത അറിയുന്നത് എന്താ? പൊട്ടൻഷ്യൽ എനർജി. അതായത് അത് ഗ്രൗണ്ടിൽ നിന്നും എത്ര ഹൈറ്റ് അകലെയാണോ അതാണ് എന്റെ പൊട്ടൻഷ്യൽ എനർജി. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് എക്സ് ഹൈറ്റ് അകലെയാണ്, ബി എന്ന് പറയുന്ന പോയിന്റ് ഗ്രൗണ്ടിൽ നിന്നും എക്സ് ഡിസ്റ്റൻസ് അകലെയാണ്. സോ ദാറ്റ് വിൽ ബി mgx. ഇനി ഞാൻ ടോട്ടൽ എനർജി കണ്ടുപിടിച്ചോട്ടെ. ദാറ്റ് ഇസ് പൊട്ടൻഷ്യൽ എനർജി പ്ലസ് കൈനറ്റിക് എനർജി അല്ലേ. അപ്പൊ കൈനറ്റിക് എനർജി ഓൾറെഡി എനിക്ക് കിട്ടി. ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 1 ആൻഡ് ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 2. ദാറ്റ് മീൻസ് mgh minus mgx plus mgx. Okay, this is potential energy and this is kinetic energy. Minus ഇത് രണ്ടും പോയി എനിക്ക് കിട്ടി ടോട്ടൽ എനർജി again mgh. അടുത്തത് പോയിന്റ് സി. പോയിന്റ് സിയിലാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി ഞാൻ ആദ്യം എഴുതാം 0, കാരണം ഓൾമോസ്റ്റ് ഗ്രൗണ്ടിനോട് അടുത്തു അല്ലെ. അപ്പം ദാറ്റ് മീൻസ് അവിടുത്തെ എച്ചിന്റെ വാല്യൂ 0 ആയി പോയി. അപ്പൊ പൊട്ടൻഷ്യൽ എനർജി 0 ആയിട്ട് കിട്ടി. അടുത്തത് കൈനറ്റിക് എനർജി. കൈനറ്റിക് എനർജി എന്തായിട്ട് വരുവാ? കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാഫ് എം വി സ്ക്വയർ അല്ലേ. സോ എഗെയിൻ അവിടുത്തെ വാല്യൂ എനിക്ക് എന്ത് വരും? യെസ്, ഹാഫ് ഇൻറ്റു നേരത്തെ നമ്മൾ വി സ്ക്വയർ ഇവിടെ കണ്ടുപിടിച്ച പോലെ തന്നെ നമുക്ക് ഇവിടെയും കിട്ടും എന്താണ്? യെസ്, 2gh എന്ന് കിട്ടും. ഓക്കെ അല്ലേ. സോ 2ഉം 2ഉം ക്യാൻസൽ ആയി പോയി എനിക്ക് എന്ത് കിട്ടും? mgh ആയിട്ട് കിട്ടും. എന്ത്? കൈനറ്റിക് എനർജി. സോ ഇവിടെയും ടോട്ടൽ എനർജിയുടെ വാല്യൂ എന്താണ്? mgh. ഇനി ഞാൻ ടോട്ടൽ എനർജി മാത്രം ഞാനൊന്ന് ഡിനോട്ട് ചെയ്യുവാണ് കേട്ടോ. ഇതാണ് ഫസ്റ്റത്തെ പോയിന്റ് എയിലെ ടോട്ടൽ എനർജി. ദിസ് ഇസ് പോയിന്റ് ബിയിലെ ടോട്ടൽ എനർജി and this is point C യിലെ ടോട്ടൽ എനർജി. that means എന്താണ്? പൊട്ടൻഷ്യൽ നമ്മുടെ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് എന്താണ്? ഓൾവേസ് കൺസർവ്ഡ് ആണ്. ഓക്കെ അല്ലേ? ഓൾവേസ് കൺസർവ്ഡ് ആണ്. ഓക്കെ അല്ലടാ. ഇനി നെക്സ്റ്റ് വൺ ഇസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മുടെ സ്വന്തം വർക്ക് എനർജി തിയറം. അപ്പം ഇതിൽ എന്താ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇറ്റ് ഈസ് which is actually equal to the change in kinetic energy. ഓക്കെ അല്ലേ? വർക്ക് ഡൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജിക്ക് ഈക്വൽ ആണ്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ റിഗാർഡിംഗ് വർക്ക് എനർജി തിയറം ഇറ്റ് ഈസ് വർത്ത് നോട്ടിംഗ് ദാറ്റ് ഇഫ് നെറ്റ് വർക്ക് ഈസ് പോസിറ്റീവ്, ഓക്കെ, നെറ്റ് വർക്ക് ഈസ് പോസിറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? സോറി, പോസിറ്റീവ് ആണ് എങ്കിൽ കെ എഫ് മൈനസ് കെ ഐ എന്ന് പറയുന്നത് എന്താണ്? പോസിറ്റീവ് ആണ്. ദാറ്റ് ഈസ് കെ എഫ് ഇസ് ഗ്രേറ്റർ ദാൻ കെ ഐ. അതായത് ഫൈനൽ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഇനീഷ്യൽ കൈനറ്റിക് എനർജിനെ കമ്പയർ ചെയ്യുമ്പോൾ വലുതാണ്. Okay അല്ലേ? Yes. And work done by all the forces including pseudo forces which is equal to change in kinetic energy in the inertial frame. ഇനി നമ്മുടെ അടുത്ത് ചോദ്യം ചോദിക്കാം വർക്ക് എനർജി തിയറം സ്റ്റേറ്റ് ചെയ്യാനായിട്ട്. ആൻഡ് വളരെ റയർ ആയിട്ട് മാത്രം ഈ ഒരു പ്രൂഫ് ചോദിച്ചിട്ടുണ്ട്. വർക്ക് എനർജി തിയറം ഫോർ എ വാരിയബിൾ ഫോഴ്സ്. ഒന്നുമില്ല, നമുക്കറിയാം വർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? യെസ്, വാരിയബിൾ ഫോഴ്സ് ചെയ്യുന്ന നമ്മൾ പറഞ്ഞു ഇന്റഗ്രേഷൻ ആണ് ചെയ്യേണ്ടത് അല്ലേ. അപ്പം ഇവിടെ xi to xf നമ്മൾ നേരത്തെ ചെയ്തിരുന്നു വർക്ക് ഡണ്ണിന്റെ കാര്യം. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ xi to xf നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യണം. സോ ഇവിടെ നമ്മൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇക്വേഷൻ അങ്ങനെ തന്നെ കിടന്നു. ഇനി ആദ്യം എന്താ ചെയ്യാൻ പോകുന്നത്? കൈനറ്റിക് എനർജി നമുക്കറിയാം ഹാഫ് എം വി സ്ക്വയർ ആണ്. എങ്കിൽ ഞാൻ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക കേട്ടോ. ഡിഫറൻഷിയേറ്റ് ചെയ്യാണ് വിത്ത് റെസ്പെക്ട് ടു ടൈം ഞാൻ ഡിഫറൻഷിയേറ്റ് ചെയ്യുവാണ്. അപ്പം എം എന്ന് പറയുന്നത് എന്താണ്? കോൺസ്റ്റന്റ് വാല്യൂ ആണ് അല്ലെ. എം എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് വാല്യൂ ആണ്. 1/2 കോൺസ്റ്റന്റ് വാല്യൂ ആണ്. ഇനി വി സ്ക്വയറിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് എനിക്ക് എന്ത് കിട്ടും? 2v കിട്ടും അല്ലെ. 2v കിട്ടും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 2v dv/dt എന്ന് എനിക്ക് കിട്ടും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതും ക്യാൻസൽ ആയിപ്പോയി എനിക്ക് എന്ത് കിട്ടും? എന്താണ്? 2 ക്യാൻസൽ ആയിപ്പോയി, ഈ വി ക്യാൻസൽ ആവത്തില്ല കേട്ടോ. എം വി ഡി വി ബൈ ഡി ടി എന്ന് വരും. ഓക്കെ അല്ലേ? എം വി ഡി വി ബൈ ഡി ടി എന്ന് വരും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒന്നും കൂടെ ഞാനൊരു കാര്യം പറയട്ടെ. എം ഡി വി ബൈ ഡി ടി അല്ലേ. വി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഡി വി ബൈ ഡി സോറി ഡി എക്സ് ബൈ ഡി ടി അല്ലേ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡി വി ബൈ ഡി ടി ഞാൻ ആക്സലറേഷൻ ആയിട്ടും വിനെ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്? ഡി എക്സ് ബൈ ഡി ടി എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്താ വരിക? യെസ്, ഇവിടെ ഓൾറെഡി എം എ ദാറ്റ് ഇസ് ഫോഴ്സ് അല്ലെ. അതായത് എം ഇൻറ്റു വി ഇൻറ്റു എ വരും ഡി വി ബൈ ഡി ടിക്ക്. ഇനി എം ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി ഓക്കെ ഇൻറ്റു എ. എം എ എന്ന് പറഞ്ഞ ഫോഴ്സ് ആണ്. ഡി എക്സ് ബൈ ഡി ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെലോസിറ്റി ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡി കെ ബൈ ഡി ടി എന്ന് പറയുന്നതിന്റെ എനിക്കൊരു ഇക്വേഷൻ കിട്ടിയില്ലേ? ഡി കെ ബൈ ഡി ടി വിച്ച് ഇസ് ഈക്വൽ ടു എന്തായിരുന്നടാ? ഫോഴ്സ്. ഓക്കെ, ഫോഴ്സ് ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി എന്ന് വരും. അതിൽ ഡി ടി കോമൺ ആയതുകൊണ്ട് ഞാൻ ഒഴിവാക്കി. അപ്പൊ എനിക്ക് കിട്ടി ഡി കെ വിച്ച് ഇസ് ഈക്വൽ ടു എഫ് ഡി എക്സ് എന്ന് കിട്ടി. ഓക്കെ അല്ലെ. ഇത്രയും എനിക്ക് കിട്ടി. ഇനി എന്താ ചെയ്യാൻ പോകുന്നത്? എനിക്കറിയാം ഡി കെ ഇസ് ഈക്വൽ ടു എഫ് ഡി എക്സ് ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യുക? ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോകണം. അതായത് ഇന്റഗ്രൽ ഡി കെ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്തുവാടാ കിട്ടുക? യെസ്, ഇവിടെ എനിക്ക് എന്താണോ വർക്ക് ഡൺ കിട്ടിയത് അത് തന്നെ ഇവിടെയും കിട്ടും അല്ലെ. സിമ്പിൾ ആയിട്ട് ഇത് ഈ ഒരു സംഭവത്തിന് എഫ് ഡി എക്സ് എന്ന് പറയുന്നതിന് ഞാൻ ഇന്റഗ്രേറ്റ് ചെയ്യും. സോ എനിക്ക് മനസ്സിലായി വർക്ക് ഡൺ ബൈ വേരിയബിൾ ഫോഴ്സ് എന്ന് പറയുന്നതും ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി എന്ന് പറയുന്നതും എന്താണ്? സെയിം ആണ്. ഇത് വളരെ റയർ ആയിട്ടുള്ള വർഷങ്ങളിൽ മാത്രമാണ് വർക്ക് എനർജി തിയറം ചോദിച്ചിട്ടുള്ളൂ. സോ ഇനി ചോദിക്കുവാണെങ്കിൽ ധൈര്യമായിട്ട് എഴുതാം. ഇപ്പൊ നമുക്ക് ആൻസർ അറിയാം.
നെക്സ്റ്റ് വൺ ഈസ് പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സ്പ്രിംഗ്. അത് ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ് കേട്ടോ. ഹാഫ് കെ എക്സ് സ്ക്വയർ എന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. ഇനി നെക്സ്റ്റ് വൺ ഈസ് പവർ. പവർ വർക്ക് കഴിഞ്ഞു, എനർജി കഴിഞ്ഞു, ഇനി അടുത്തതാണ് പവർ. പവർ എന്ന് പറഞ്ഞാൽ വർക്ക് ബൈ ടൈം അല്ലെങ്കിൽ എനർജി ബൈ ടൈം എന്ന് നമുക്ക് വേണമെങ്കിൽ വർക്കിനെ നമുക്ക് ഡിനോട്ട് ചെയ്യാം. ആൻഡ് വർക്ക് എന്ന് പറയുമ്പോൾ സോറി പവറിനെ നമുക്ക് ഡിനോട്ട് ചെയ്യാം. അപ്പം വർക്ക് ബൈ ടൈം അല്ലേ, അപ്പം നമുക്കറിയാം ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടൈം. ഓക്കെ, അപ്പം ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്? വെലോസിറ്റി ആണ്. സോ ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റി എന്ന് നമുക്ക് വേണമെങ്കിൽ എന്ത് എഴുതാം? പവറിന് എഴുതാം. ദാറ്റ് മീൻസ് പവർ ഇസ് ഓൾസോ എ സ്കെയിലാർ ക്വാണ്ടിറ്റി. സോ എഫ് വി കോസ് തീറ്റ എന്ന് എഴുതാനായിട്ട് പറ്റും കേട്ടല്ലോടാ. യെസ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പവർ കഴിഞ്ഞു. പവറിന് സ്കെയിലാർ ക്വാണ്ടിറ്റി ആണെന്ന് നമ്മൾ പറഞ്ഞു. അതിന്റെ യൂഷ്വലി നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന യൂണിറ്റ് എന്ന് പറയുന്നത് കിലോ വാട്ട് അവറും ഹോഴ്സ് പവർ ആണ്. അപ്പൊ നമ്മുടെ അടുത്ത് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് 1 ഹോഴ്സ് പവർ എന്ന് പറയുന്നത് എത്ര വാട്ട് ആണെന്നുള്ളത്. ദാറ്റ് ഇസ് നത്തിങ് ബട്ട് 746 വാട്ട് ആണ് കേട്ടോ. അതെന്തായാലും പഠിച്ചു വെക്കണം. എന്താണ് 1 ഹോഴ്സ് പവർ എന്ന് പറയുന്നത് ഇൻ ടേംസ് ഓഫ് വാട്ട്. നമ്മൾ എന്തായാലും മിക്ക വർഷങ്ങളിലും 1 വെയിറ്റേജ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് വൺ, പവർ ഈസ് ദ റേറ്റ് അറ്റ് വിച്ച് വർക്ക് ഈസ് ഡൺ. നമ്മൾ പറഞ്ഞു. ഇനി റൈറ്റ് ആൻ ഇക്വേഷൻ ഫോർ പവർ ഇൻ ടേംസ് ഓഫ് ഫോഴ്സ് ആൻഡ് വെലോസിറ്റി. ഫോഴ്സ് ആൻഡ് വെലോസിറ്റി നമുക്ക് പവർ ഇസ് ഈക്വൽ ടു വർക്ക് ബൈ ടൈം അല്ലെങ്കിൽ എനർജി ബൈ ടൈം എന്ന് എഴുതാനായിട്ട് അറിയാം. ആൻഡ് ഓൾസോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് എന്താണ്? യെസ്, എഫ് വി എന്ന് എഴുതാം. എഫ് എന്ന് പറഞ്ഞ ഫോഴ്സ്, വി എന്ന് പറഞ്ഞ വെലോസിറ്റി. ഇനി ദ എൻജിൻ ഓഫ് എ ബസ് ഓഫ് മാസ് 5000 കിലോഗ്രാം ആക്സിലറേറ്റ്സ്. ഓക്കെ അല്ലെ, ആക്സിലറേറ്റ്സ് ദ ബസ് from 2 meter per second to 20 meter per second. Okay അല്ലെ, 2 meter per second to 20 meter per second എന്ന് തന്നിട്ടുണ്ട് വെലോസിറ്റി ഇൻ 120 seconds. അപ്പം ഇതിൽ തന്നെ നമുക്ക് സിമ്പിൾ ആയിട്ട് ആക്സലറേഷൻ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും കേട്ടോ. സോ കാൽക്കുലേറ്റ് പവർ എക്സ്പെക്ടഡ് ബൈ ദി എൻജിൻ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം എനർജി കണ്ടുപിടിക്കാം. എനർജി ബൈ ടൈം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പവർ കിട്ടത്തില്ലേ? സോ അങ്ങനെയാണെങ്കിൽ എനർജി ഇവിടെ എന്തായിരിക്കും? യെസ്, ഹാഫ് എം VF minus VI square. ഓക്കെ, സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഓൾ സ്ക്വയർ അല്ലോട്ടോ വരാം, സ്ക്വയർ വരും. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതായത് ഫൈനൽ കൈനറ്റിക് എനർജി മൈനസ് ഇനീഷ്യൽ കൈനറ്റിക് എനർജി ആണ്. സോ അവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. മാസിന് 5000 ഉണ്ട് ആൻഡ് ഫൈനലിന് 20 മീറ്റർ പെർ സെക്കൻഡ് ആണ് ആൻഡ് 2 ഇസ് ആക്ച്വലി ഇനീഷ്യൽ വെലോസിറ്റി ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ഫൈനൽ ആൻസർ നമുക്ക് കിട്ടി. ആൻഡ് ദെൻ ആ കിട്ടിയ ആൻസർ ഡിവൈഡഡ് ബൈ 120 ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? യെസ്, നമുക്ക് പവറിന്റെ വാല്യൂ കിട്ടും. ക്ലിയർ ആയില്ലോടാ? സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആയിരുന്നു കേട്ടോ. ആൻഡ് ഇനി അടുത്തതിലോട്ട് നമുക്ക് പോവാം. കൊളീഷൻസ്. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് വർക്ക് എനർജിയിലെ കൊളീഷൻസ് എന്ന് പറയുന്നത്. കൊളീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? യെസ്, കൊളീഷൻ ബിറ്റ്വീൻ 2 or more particle is the interaction for a short interval of time in which they apply relatively strong forces each other. കൂട്ടിമുട്ടുന്നു. ഓക്കെ, കൂട്ടിമുട്ടിയിട്ട് രണ്ട് സാഹചര്യങ്ങളാണുള്ളത്. ഒന്നുകിൽ അവരെന്ത് ചെയ്യും? യെസ്, എന്താ പറയുക, ഇങ്ങനെ അങ്ങ് തിരിച്ചു. അല്ലെങ്കിൽ എന്താവും? യെസ്, രണ്ടും വേറെ വേറെ ഡയറക്ഷനിൽ പോകും. അതായത് 1 dimension ഉണ്ടാവും, 2 dimension ഉണ്ടാവും. ഓക്കെ അല്ലെ? അപ്പം അതിനാണ് നമ്മൾ പറയുന്നത് രണ്ട് ടൈപ്പ് കൊളീഷൻസ്, ഒന്ന് ഇലാസ്റ്റിക്കും ഒന്ന് ഇൻഇലാസ്റ്റിക്കും. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇലാസ്റ്റിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? ഇലാസ്റ്റിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ മൊമെന്റം കൺസേർവ്ഡ് ആണ്. ഓക്കെ അല്ലെ? മൊമെന്റം കൺസേർവ്ഡ് ആണ്. അവിടുത്തെ ടോട്ടൽ എനർജി കൺസേർവ്ഡ് ആണ്. ഓക്കെ അല്ലെ? മൊമെന്റം കൺസേർവ്ഡ് ആണ്, ടോട്ടൽ എനർജി കൺസേർവ്ഡ് ആണ്, കൈനറ്റിക് എനർജി കൺസേർവ്ഡ് ആണ്. ഓക്കെ അല്ലെ? ഈ മൂന്ന് കാര്യങ്ങളാണ് ഈ ഒരു ഇലാസ്റ്റിക് കൊളീഷനിൽ നമ്മൾ ശ്രദ്ധിക്കുന്നത്. കൊളീഷൻ ഇൻ വിച്ച് ബോത്ത് ദ മൊമെന്റം ആൻഡ് കൈനറ്റിക് എനർജി ഓഫ് ദ സിസ്റ്റം റിമൈൻസ് കൺസേർവ്ഡ് ആർ കോൾഡ് ഇലാസ്റ്റിക് കൊളീഷൻസ്. In an elastic collision, all the involved forces are conserved. This is important. Okay, this is important. Total energy remains conserved. So ഈ മൂന്ന് പോയിന്റ് ആണ് ഇലാസ്റ്റിക് കൊളീഷനിൽ നമ്മൾ മറക്കാതെ അറിഞ്ഞിരിക്കേണ്ടത് കേട്ടോ. ഇനി ഇൻഇലാസ്റ്റിക്കിലോട്ട് വരാം. ഇൻഇലാസ്റ്റിക്കിലോട്ട് എന്ന് പറയുമ്പോൾ അവിടെ മൊമെന്റം ഓഫ് കോഴ്സ് കൺസേർവ്ഡ് ആണ്. കൈനറ്റിക് എനർജി അവിടെ എന്തല്ല? കൺസേർവ്ഡ് അല്ല. ഓക്കെ അല്ലെ? കൈനറ്റിക് എനർജി അവിടെ കൺസേർവ്ഡ് അല്ല, ബട്ട് ടോട്ടൽ എനർജി ഓഫ് കോഴ്സ് കൺസേർവ്ഡ് ആയിരിക്കും കേട്ടോ. അത് എന്താണെന്നുണ്ടെങ്കിലും ടോട്ടൽ എനർജി കൺസേർവ്ഡ് ആയിരിക്കും. ആൻഡ് ഓൾസോ ഇവിടെ ഇൻവോൾവ് ആയിരിക്കുന്ന ഫോഴ്സസ് എന്ന് പറയുന്നത് നോൺ കൺസർവേറ്റീവ് ഫോഴ്സസ് ആണ്. ഓക്കെ അല്ലെ? അപ്പം ഇലാസ്റ്റിക്കും ഇൻഇലാസ്റ്റിക്കും പറയുവാണെന്നുണ്ടെങ്കിൽ മൊമെന്റം രണ്ടിടത്തും കൺസേർവ്ഡ് ആണ്, ടോട്ടൽ എനർജി രണ്ടിടത്തും കൺസേർവ്ഡ് ആണ്. ആൻഡ് ഇലാസ്റ്റിക്കിൽ മാത്രമാണ് കൈനറ്റിക് എനർജി കൺസേർവ്ഡ് ആയിട്ടുള്ളത്. ഇവിടെ കൺസേർവ്ഡ് അല്ല. ഇവിടെയാണെങ്കിൽ കൺസർവേറ്റീവ് ഫോഴ്സസ് ആണ് ഇൻവോൾവ് ആയിട്ടുള്ളത്, ഇവിടെയാണെങ്കിൽ നോൺ കൺസർവേറ്റീവ് ഫോഴ്സസ് ആണ് ഇൻവോൾവ് ആയിട്ടുള്ളത്. ക്ലിയർ അല്ലടാ? ഇനി ഇതേപോലെ തന്നെ നമുക്ക് അറിയാലോടാ, നമ്മള് മണ്ണ് കുറച്ചൊന്ന് എന്താ പറയുക വെള്ളത്തിൽ കളിക്കും, മണ്ണ് നമ്മൾ ചുമരിലോട്ട് എറിയുമ്പോൾ അവിടെ സ്റ്റിക്ക് ചെയ്തിരിക്കുന്നതാണല്ലോ. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളീഷൻ. If after the collision two bodies stick to each other, then the collision is said to be perfectly inelastic. Okay അല്ല? Perfectly inelastic എന്ന് പറയാം. അടുത്താണ് കോഎഫിഷ്യന്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ. ഒന്നുമില്ല, അതായത് റിലേറ്റീവ് വെലോസിറ്റീസിന്റെ റേഷ്യോ ആണെന്ന് പറയുന്നത് കോഎഫിഷ്യന്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഒരു ഇലാസ്റ്റിക് കൊളീഷനെ സംബന്ധിച്ചിടത്തോളം ഒരു പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് കൊളീഷൻ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 ആയിരിക്കും.
പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ആണെന്നുണ്ടെങ്കിലോ അതിന്റെ വാല്യൂ 0 ആയിരിക്കും. ഇനി ഇത് അതർ കൊളീഷൻസ് ആണെന്നുണ്ടെങ്കിൽ ഇൻ ബിറ്റ്വീൻ 0ന്റെയും 1ന്റെയും ഇടയിലായിരിക്കും വാല്യൂ വരുന്നത്. ഓക്കെ അല്ലേ? ദ റേഷ്യോ ഓഫ് റിലേറ്റീവ് വെലോസിറ്റീസ് ഓഫ് സെപ്പറേഷൻ ആഫ്റ്റർ കൊളീഷൻ ടു ദ വെലോസിറ്റി ഓഫ് അപ്രോച്ച് ബിഫോർ കൊളീഷൻ is called coefficient of restitution. Okay അല്ലേ? relative velocity after the collision divided by relative velocity before the collision is known as എന്താണ്? coefficient of restitution. Okay അല്ലേ? and perfectly elastic collision ആണെങ്കിൽ അതിന്റെ വാല്യൂ 1 ആയിരിക്കും. perfectly inelastic ആണെങ്കിൽ അതിന്റെ വാല്യൂ 0 ആയിരിക്കും. and for other collisions in between 0 and 1 ആയിരിക്കും അതിന്റെ വാല്യൂ വരുന്നത്. ഓക്കെ അല്ലേ? യെസ്. അപ്പം ഇനി അടുത്തതാണ് വൺ ഡയമെൻഷണൽ ഇലാസ്റ്റിക് കൊളീഷൻ എന്ന് പറയുന്നത് കേട്ടോ. സോ ഡെഫിനറ്റ്ലി നമുക്ക് ആരുണ്ട്? M1 ഉണ്ട്, ഇവിടെ M2 ഉണ്ട്. ഓക്കെ അല്ലേ? ഇത് U1 വെലോസിറ്റിയിലും ഇത് U2 വെലോസിറ്റിയിലും വരുവാണ്. സോ ലെറ്റ്സ് സേ സപ്പോസ് U1 ആണ് കൂടുതൽ എന്ന് വിചാരിക്കും. സോ തീർച്ചയായിട്ടും എന്ത് ചെയ്യും? ഇവർ തമ്മിൽ ഒരു കൊളീഷൻ നടക്കും അല്ലെ? ആ കൊളീഷന് ശേഷം വൺ ഡയമെൻഷണൽ ആയിട്ട് M1 V1 വെലോസിറ്റിയിലും M2 V2 വെലോസിറ്റിയിലും പോകുന്നു എന്ന് വിചാരിക്കുക. ഓക്കെ അല്ലടാ? ഇത്രയും കാര്യം നമ്മൾ വിചാരിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? യെസ്, മൊമെന്റം ബിഫോർ കൊളീഷൻ. നമുക്കറിയാലോ ഇലാസ്റ്റിക് കൊളീഷൻ ആണെങ്കിൽ, ഓക്കെ, ഇലാസ്റ്റിക് കൊളീഷൻ ആണെങ്കിൽ നമുക്കറിയാം മൊമെന്റം അവിടെ എന്താണ്? കൺസർവ്ഡ് ആണ് ബിഫോർ കൊളീഷൻ ആൻഡ് ആഫ്റ്റർ കൊളീഷൻ. സോ ബിഫോർ കൊളീഷൻ എന്താണ്? M1 U1 പ്ലസ് M2 U2. ഇവിടെ ആണെങ്കിൽ ആഫ്റ്റർ കൊളീഷൻ M1 V1 പ്ലസ് M2 V2. ക്ലിയർ അല്ലടാ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദിസ് മീൻസ് എന്താണ്? ടോട്ടൽ മൊമെന്റം ബിഫോർ കൊളീഷൻ ആൻഡ് ദിസ് ഇസ് ടോട്ടൽ മൊമെന്റം ആഫ്റ്റർ കൊളീഷൻ. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ എഴുതുവാണ് M1 U1, ഇത് രണ്ടും ഈക്വൽ അല്ലേ? ഓക്കെ, M1 U1 മൈനസ് M1 V1 which is equal to M1 V2 മൈനസ് M2 U2. ഓക്കെ അല്ലേ? സോറി, M2 V2. ഇവിടെ M2 V2 അല്ലേ? M1 V1 ഞാൻ കൊടുക്കുന്നു. അതായത് M1 ന്റെ ടേംസിന് എല്ലാത്തിനും ഞാൻ ഇപ്പുറത്തേക്ക് കൊടുക്കുന്നു. M1 into U1 minus V1 which is equal to M2 into V2 minus U2. ഇത്രയും കാര്യങ്ങൾ സെറ്റ് അല്ലടാ? ഇത്രയും കാര്യങ്ങൾ സെറ്റ് അല്ലേ? ഇവിടെ വരെ നമ്മൾ എത്തി. ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 1 എന്നങ്ങ് വിചാരിക്കാം. ഇനി നമുക്കറിയാം ഇലാസ്റ്റിക് ആണോ? അവിടെ കൈനറ്റിക് എനർജി ബിഫോർ കൊളീഷൻ ആൻഡ് കൈനറ്റിക് എനർജി ആഫ്റ്റർ കൊളീഷനും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും, കൺസർവ്ഡ് ആണ്. അങ്ങനെയാണെങ്കിൽ ഹാഫ് M1 U1 സ്ക്വയർ പ്ലസ് half M2 U2 square which is equal to half M1 V1 square plus half M2 V2 square. ഓക്കെ, ഹാഫ് എല്ലാത്തിനും ഞാൻ എടുത്ത് കളഞ്ഞു. ഇനി എന്താ ചെയ്യാൻ പോകുന്നത്? M1 U1 സ്ക്വയർ മൈനസ് M1 V1 സ്ക്വയർ which is equal to M2 V2 square minus M2 U2 square. ഓക്കെ അല്ലേ? ഇനി M1 നെ ഞാൻ പുറത്തേക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ U1 square minus V1 square which is equal to M2 into V2 square minus U2 square. ഓക്കെ അല്ലടാ? അപ്പൊ നമുക്ക് ഇക്വേഷൻ 1 കിട്ടി, ഇക്വേഷൻ 2 കിട്ടിയില്ലേ? ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്? ഇക്വേഷൻ 2 ഡിവൈഡഡ് ബൈ 1 ചെയ്യാൻ പോവാണ് കേട്ടോ. ഇക്വേഷൻ 2 ഡിവൈഡഡ് ബൈ 1. അപ്പൊ ഇക്വേഷൻ 2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? M1 U1 square. Okay, we can write it here. So equation number 2 divided by 1 ആണ്. So this will be M1 U1 square minus V1 square which is equal to M2 V2 square minus U2 square. ഇനി divided by 1ൽ എന്താ ഉള്ളത്? M1 into U1 minus V1 അല്ലേ? ഇതല്ലേ കിടക്കുന്നത് ഫസ്റ്റ് ഇക്വേഷനില്? എന്തായിരുന്നു? M1 into U1 minus V1 and here M2 into V2 minus U2. ക്ലിയർ അല്ലടാ? ഇനി നോക്കിക്കേ, M1 എനിക്ക് ക്യാൻസൽ ചെയ്തൂടെ? ഇത് രണ്ടും ക്യാൻസൽ ആയി പോകത്തില്ലേ? M2 ക്യാൻസൽ ആയി പോകത്തില്ലേ? ഇനി ഇതെന്താ കിടക്കുന്നത്? A സ്ക്വയർ മൈനസ് B സ്ക്വയർ ആയിട്ടല്ലേ? അപ്പൊ ഒന്ന് നോക്കിക്കേടാ, ഇനി എങ്ങനെ എഴുതാം? U1 മൈനസ് V1 into U1 plus V1 divided by U1 minus V1 which is equal to V2 minus U2 into V2 plus U2 divided by V2 minus U2. Okay, അപ്പം U1 minus V1 ഉം ഇവിടെ U1 minus V1 ഉണ്ട്, ഇവിടെ V2 minus U2 ഉണ്ട്, ഇവിടെയും V2 minus U2 ഉണ്ട്. So U1 plus V1 which is equal to V2 plus U2. ഇനി ഞാൻ ഒന്നും കൂടെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതി വെച്ചു. U1 minus U2 which is equal to V2 minus V1. So these are the relative velocities before collision. Okay, that is U1 minus U2 divided by relative velocity after collision, that is V2 minus V1 which is equal to 1. This is E is equal to 1. Coefficient of restitution 1 ആയിട്ട് വന്നില്ലേ? Yes. So that's it.
Okay, Lada. So the quantity of which is conserved in an inelastic collision of the two bodies. Total energy ആണ്, total linear momentum ആണ്. So this is total linear momentum. Kinetic energy എന്തില് conserved അല്ല, inelastic conserved അല്ല. So ഒന്നും ശ്രദ്ധിക്കുക, ഇലാസ്റ്റിക് എന്ന് പറയുന്നതും ഇൻഇലാസ്റ്റിക് എന്ന് പറയുന്നതിലും രണ്ടിലും momentum conserved ആണ്, total energy conserved ആണ്. ഇവിടെ kinetic energy conserved ആണ്, ഇവിടെ conserved അല്ല. ഇവിടെ ആണെങ്കിൽ conservative forces ആണ് ഉണ്ടാവുന്നത്, ഇവിടെ non conservative forces ആണ് ഉണ്ടാവുന്നത് കേട്ടോ. ഒന്ന് ശ്രദ്ധിച്ച് പഠിക്കുക. Next one is oblique collision. അതായത് after collision എന്ത് ചെയ്യാണ്, ഇത് വേറെ വേറെ വഴിക്ക് പോവാണ്. If the initial and final velocities of colliding bodies do not lie along the same line, then the collision is called dimensional or oblique collision. Okay അല്ലടാ. സോ ഇവിടെ M1 ഉണ്ട്, M2 ഉണ്ട്. ഇവിടെ U2 എന്ന് പറയുന്നത് എന്താണ്, 0 ആണ്, റെസ്റ്റിലാണ്. അപ്പം ഈ U2 നെയാണ് ആര് വരുന്നത്, M1 വന്ന് ഹിറ്റ് ചെയ്യുന്നത്. ആൻഡ് ഹിറ്റ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യും, M2 M1 ഡിഫറെന്റ് വെലോസിറ്റീസിൽ ട്രാവൽ ചെയ്യും. M1 ആണെങ്കിൽ V1 വെലോസിറ്റിയിൽ ഇതുപോലെയും, M2 ആണെങ്കിൽ V2 വെലോസിറ്റിയിൽ ഇവിടെയും പോകും. ക്ലിയർ അല്ലേ? യെസ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതാ ഞാൻ ഇതിനെ V1 നെ ഞാൻ കമ്പോണൻസ് ആക്കി. ഓക്കെ, കമ്പോണൻസ് ആക്കി. സോ ദിസ് വിൽ ബി തീറ്റ ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ദിസ് വിൽ ബി V1 cos theta 1. ഓക്കെ, ആൻഡ് ദിസ് വിൽ ബി V1 sin theta 1. ഓക്കെ അല്ലേ? അതേപോലെ തന്നെ ഇവിടെയും ഞാൻ കമ്പോണൻസ് ആക്കി. ഓക്കെ, അപ്പം ദിസ് ഇസ് theta 2. അങ്ങനെയാണെങ്കിൽ ദിസ് വിൽ ബി V2 cos theta 2 ആൻഡ് ഹിയർ ഇറ്റ് വിൽ ബി V2 sin theta 2. ക്ലിയർ അല്ലേ? കമ്പോണൻസ് ആക്കിയിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാലോടാ, ഇവിടെ ആരും കൺസർവ്ഡ് ആണ്, മൊമെന്റം കൺസർവ്ഡ് ആണ്. മൊമെന്റം കൺസർവ്ഡ് ആണെങ്കിൽ അത് ബോത്ത് ഇലാസ്റ്റിക് ആൻഡ് ഇൻഇലാസ്റ്റിക്കൽ കൺസർവ്ഡ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കിക്കാൻ ഇവിടുത്തെ മൊമെന്റം എന്താണ്, M1 U1 പ്ലസ് M2 U2. ഡിനോട്ട് ചെയ്യേണ്ടതുണ്ടോ? കാരണം എന്താണ്, U2 0 ആയി, അപ്പം ആ ടേം കംപ്ലീറ്റ്ലി 0 ആയി പോകും. ഇനി ഇപ്പുറത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലോ ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ, ഓക്കെ അല്ലെ, ഹൊറിസോണ്ടൽ ഡയറക്ഷനിലുള്ള വെലോസിറ്റീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയാണ്? യെസ്, ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആരുണ്ട്, V1 cos theta 1 അല്ലെ, M1 into V1 cos theta 1 and also M2 V2 cos theta 2 അല്ലെ. രണ്ട് വെലോസിറ്റീസ് ആണ് ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ ആഫ്റ്റർ കൊളീഷൻ ഉള്ളത്. ഇനി അതേപോലെ തന്നെ എക്സാക്ട്ലി സെയിം Y ഡയറക്ഷനിലുള്ളത് നമ്മൾ ചെയ്യേണ്ടത്, ദിസ് ഇസ് X ഡയറക്ഷൻ അല്ലെ. അങ്ങനെ നമ്മൾ പറഞ്ഞു M1 V1 cos theta 1 പ്ലസ് M2 V2 cos theta 2. ഓക്കെ അല്ലെ. ഇനി അടുത്ത എന്താ പറയുന്നത്, അടുത്ത നമ്മൾ പറയുന്നതാണ് Y ഡയറക്ഷനിൽ. ഇത് എക്സിലാ പറഞ്ഞു. Y ഡയറക്ഷനിൽ പറയുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ ആണെങ്കിലോ ബിഫോർ കൊളീഷന് അവിടെ കമ്പോണൻസ് ഇല്ല അല്ലെ, വൈയിലില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആഫ്റ്റർ കൊളീഷൻ നോക്കിക്കേണ്ട, ആഫ്റ്റർ കൊളീഷൻ ആണെന്നുണ്ടെങ്കിൽ ആരൊക്കെയുണ്ട്, M1 V1 sin theta 1. ഓക്കെ, ഇനി നോക്കിക്കേ, ഇത് മുകളിലോട്ടും ഇത് താഴത്തോട്ടാ. സോ ദിസ് വിൽ ബി മൈനസ് M2 V2 sin theta 2 എന്നും വരും. ക്ലിയർ അല്ലടാ? ഇനി ഈ കൊളീഷൻ ഇലാസ്റ്റിക് ആണെന്നുണ്ടെങ്കിൽ അവിടുത്തെ കൈനറ്റിക് എനർജി കൺസർവ്ഡ് അല്ലേ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ കൈനറ്റിക് എനർജി എന്ത് പറയാം, ഹാഫ് M1 U1 സ്ക്വയർ. U2 സ്ക്വയറിന്റെ വേണോ? വേണ്ട, കാരണം എന്താണ്, 0 ആണ്. സോ ഓൺലി ബിഫോർ കൊളീഷനിൽ ആരും മാത്രമേ ഉള്ളൂ, ഹാഫ് M1 U1 സ്ക്വയർ മാത്രമേ ഉള്ളൂ, വിച്ച് ഇസ് ഈക്വൽ ടു, ഇവിടെയാണെന്നുണ്ടെങ്കിലോ, ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഫൈനൽ വെലോസിറ്റീസിന്റെ സ്ക്വയറും കൂടെ എഴുതണം. ക്ലിയർ ആയല്ലോ? ദിസ് ഇസ് ജസ്റ്റ് എന്താ പറയുക, ഒബ്ലിക് കൊളീഷൻ ആണ് അല്ലെങ്കിൽ 2 dimensional കൊളീഷൻ ആണെന്നുണ്ടെങ്കിൽ വി ഷുഡ് റൈറ്റ് ലൈക്ക് ദിസ്. ഓക്കെ അല്ലെ? അങ്ങനെയാണെങ്കിൽ വർക്ക് എനർജി എന്ന് പറയുന്ന ചാപ്റ്റർ അതിമനോഹരമായിട്ടുള്ള രീതിയിൽ നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. സോ ഹോപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ ഈ ഒരു ചാപ്റ്റർ മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്, ടൈം മാത്രം ഒന്ന് സ്പെസിഫൈ ചെയ്താൽ മതി. ടെലഗ്രാമിൽ നിങ്ങൾക്ക് അതിന്റെ സൊല്യൂഷൻ വരും കേട്ടോ. ടെലഗ്രാമിൽ വൺസ് ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കമന്റിന് ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. സോ മക്കളെ, ക്രിസ്മസ് എക്സാം അടുത്തുകൊണ്ടിരിക്കുന്നു. ഇനി കൂടുതൽ ടെൻഷൻസ് മാത്രമാണ് നമ്മുടെ മനസ്സിലുള്ളത്. സോ സ്റ്റേ ട്യൂൺ ടു വേദാന്തു മലയാളം ചാനൽ ഫോർ മോർ വീഡിയോസ് ആൻഡ് അപ്ഡേറ്റ്സ്. താങ്ക് യു സോ മച്ച്.